എന്നിട്ട് കലമിനോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നു, ലൗഹുൽ മഹ്ഫൂദിലായി എഴുത്തു തുടങ്ങൂ. കലം അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഞാൻ എന്ത് എഴുതാനാണ്? അല്ലാഹു തആല പറയുന്നത്, ആദ്യത്തെ വാചകം നബി തങ്ങളുടെ പേരായ റഹ്മത്ത് എന്ന പദമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കുന്നു, പരാമർശം അല്ലാഹുവും അവന്റെ റസൂലുമാണ്. നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിനോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് സഹായത്തെ തേടുന്നതെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കാരം ആരംഭിച്ച ഒരു മുഅ്മിനായ മനുഷ്യനോട് ആ നിസ്കാരത്തിൽ നിന്ന് അഭിസംബോധന അല്ലാഹു അല്ലാത്തവരോട്, പ്രിയപ്പെട്ടവരെ, നടത്തുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു പരാമർശം നമസ്കാരത്തിലുണ്ടായാൽ അവൻ നിസ്കാരം ബാത്തിലാണ്. ഒരാള് നമ്മളോട് നിസ്കരിക്കുമ്പോ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞാൽ അദ്ദേഹത്തോട് വഅലൈക്കും അസ്സലാം എന്ന് സലാം മടക്കിയാൽ നിസ്കാരം ബാത്തിലാവുകയാണ്. കാരണം അല്ലാഹുവല്ലാത്തവരോട് അഭിസംബോധന ഉണ്ടാകാൻ പാടില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സലാത്തും സലാമും സലാമും റഹ്മത്തും ബറക്കത്തും പറഞ്ഞാലല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ നിസ്കാരം ശരിയാവുകയില്ല. തഹിയ്യാത്തില് മാത്രമാണോ? ഫാത്തിഹ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒന്നാമത്തെ വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ പേരാണ് അല്ലാഹ്. എന്നാൽ അല്ലാഹുവിന്റെ പേര് ബിസ്മിൽ ഒരു പ്രാവശ്യം പറയുമ്പോൾ മുഹമ്മദ് നബിയുടെ പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 2 പ്രാവശ്യം പറഞ്ഞു. റഹ്മാൻ എന്ന് പറയുന്നത് നബിതങ്ങളുടെ പേരാണ്, റഹീം എന്ന് പറഞ്ഞാൽ അതും നബിതങ്ങളുടെ പേരാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബിതങ്ങളുടെ പേര് ബിസ്മിൽ 2 പ്രാവശ്യം പരാമർശിച്ചു. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു എന്ന തുടക്കമുണ്ടല്ലോ, അവിടെയും പരാമർശം നബിതങ്ങളാണ്. കാരണം മുഹമ്മദ് എന്ന് പറയുന്ന പദം നിഷ്പന്നമായത് അതിന്റെ ധാതുക്രിയ, പ്രിയപ്പെട്ടവരെ, ഹംദു എന്നുള്ളതാകുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെടേണ്ടവൻ എന്നാണ്. ലോകത്തെപ്പോഴും വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്ന് ആ ഒരർത്ഥത്തിൽ അല്ലാഹു തആല നാമകരണം ചെയ്ത പേരാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഒരു പക്ഷേ മുഹമ്മദ് എന്ന് പേരിട്ടുള്ളത് അവിടുത്തെ പിതാവ് അബ്ദുൽ മുത്തലിബും പിതാമഹനായ അബ്ദുൽ മുത്തലിബും മാതാവായ ആമിന ബീവിയുമല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അല്ല, അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിന്റെ മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തിയത് ലൗഹുൽ മഹ്ഫൂലാണ്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഒരു അധ്യായം, പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യായം മുഹമ്മദ് എന്നാണ്. സൂറത്ത് മുഹമ്മദ് എന്ന ഒരു അധ്യായം അല്ലാഹു തആല ഖുർആനിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്തുതിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെടേണ്ടവനുമാണെന്നത് അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതുകൊണ്ട് ലോകത്ത് നമ്മളാരും നബിതങ്ങളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണയെ ലോകത്ത് ഉയർത്തണമെന്നത് എന്റെ തീരുമാനമാണെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നബിതങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലോകത്ത് കഴിഞ്ഞുപോയ 7 തൂലിക കാരണം നബിതങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ പരാമർശിക്കാതെ എഴുതാതെ പോയിട്ടില്ല. ഒരു പാട്ടുകാരൻ നബിതങ്ങളെ കുറിച്ച് ഗാനം ആലപിക്കാതിരുന്നിട്ടില്ല. ഏതേത് പ്രവാചകനും നബിതങ്ങളെ കുറിച്ച് പറയാതെ പ്രിയപ്പെട്ടവരെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചിട്ടില്ല.
സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഓർക്കാനും ഒരു ഛായാചിത്രമോ ഒരു പ്രതിമയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ലോകത്തുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം ഡെൻമാർക്കിൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ഒരു കാർട്ടൂൺ വരച്ചതായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവരുടെ ചങ്കിലെ ചോരയായി പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റു നടക്കുകയാണ്. കാരണം എന്താണ്? മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ എന്നല്ല ലോകത്ത് നബി തങ്ങളെ എപ്പോഴും വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പരാമർശിക്കുന്നിടത്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാമർശിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. ലോകത്തെല്ലാ പ്രവാചകന്മാർക്കും നിസ്കാരമുണ്ടായിരുന്നു. എന്നാൽ ബാങ്ക് എന്ന് പറയുന്നത് ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. കാരണം അല്ലാഹുവിന്റെ പേരിനോടൊന്നിച്ച് പ്രവാചകന്റെ പേര് പ്രിയപ്പെട്ടവരെ വാഴ്ത്തപ്പെടുക എന്നതാണ് ബാങ്കിലുള്ള ഒരു വിഷയമെങ്കിൽ, അല്ലാഹുവിന്റെ പേരിനോടൊന്നിച്ച് പറയാൻ പറ്റിയ ഒരു പേരായി അല്ലാഹു മനസ്സിലാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയ ഏതേത് മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും അവരെല്ലാം അങ്ങേറ്റം സ്നേഹിച്ചത് നബി തങ്ങളെയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഒരു സംഭവം കൊണ്ടുവന്നത് കാണാം. നബിതങ്ങളെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ ഒരു വിഷയമായിരുന്നു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള വ്യഭിചാരോപണം. നബിതങ്ങൾ ഓരോ യുദ്ധത്തിലും വർദ്ധാനിയമം പരിശുദ്ധമായ ഇസ്ലാമിൽ ഇറങ്ങുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നറുക്കിട്ടുകൊണ്ട് ചില ഭാര്യമാരെ അവിടുന്ന് യാത്രയിൽ പങ്കാളികളാക്കാറുണ്ട്. ബനിൽ മുസ്തലഖ് യുദ്ധം നടക്കുമ്പോൾ അവിടെ നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. സ്ത്രീകൾ പൊതുരംഗ പ്രവേശത്തെ ഇറങ്ങാൻ പാടില്ലെന്നതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. പക്ഷേ ആദ്യകാലങ്ങളിൽ നബിതങ്ങൾ സ്ത്രീകൾക്കൊരൽപ്പം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സ്ത്രീകളുടെ വിമോചനവും പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നത്. അപ്പോൾ പിന്നെ പുരുഷന്മാരിറങ്ങുന്ന ഭാഗത്തൊന്നും സ്ത്രീകളെ കാണാൻ പാടില്ല എന്ന ഒരു നിയമം ആദ്യമായി അവതരിപ്പിച്ചാൽ പിന്നെ ശത്രുക്കൾ പറയാൻ തുടങ്ങി, എന്തൊരു സ്വാതന്ത്ര്യമാണ് മുഹമ്മദ് നബി സ്ത്രീകൾക്ക് നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അജ്ഞതയുടെ അന്തപുരത്തിൽ കരിമ്പുറം പൊടിച്ച് ഗാഢനിദ്രയിലായിരുന്ന മനുഷ്യ സഞ്ചയം തനിക്ക് പ്രസവിക്കപ്പെട്ടത് ഒരു പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോട് നാണം കെട്ടുകൊണ്ട് കുഴിച്ചു മൂടുന്ന ഒരവസ്ഥാവിശേഷമായിരുന്നു. അത് പാടില്ലെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ വിമോചനവും അവരുടെ സ്വാതന്ത്ര്യവും പറഞ്ഞുകൊണ്ടാണ് നബിതങ്ങൾ രംഗപ്രവേശം നടത്തിയതെങ്കിൽ ഇസ്ലാമിന്റെ വിരോധികൾ ചോദിക്കും, എന്ത് സ്വാതന്ത്ര്യ പെണ്ണുങ്ങൾക്ക് മുഹമ്മദ് നബി നൽകിയത് എന്ന്. അതുകൊണ്ട് തുടക്കത്തിലൊന്നും സ്ത്രീകളോട് ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമാണ് പള്ളികളിലേക്ക് പ്രിയപ്പെട്ടവരെ സ്ത്രീകൾ വരണമെന്ന് ചില ആളുകളെങ്കിലും ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ. അങ്ങനെ ഒരു ഹദീസ് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പള്ളികളിൽ പട്ടിയും നായയും ഒക്കെ വന്ന കഥ പറയുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ സ്ത്രീകളുടെ വർദ്ധാനിയമം ഇറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നയിച്ചിട്ടുള്ള യുദ്ധങ്ങളിൽ സഹയാത്രികയായി ഭാര്യമാരെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ബനിൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, യാത്രക്കിടയിൽ അർദ്ധരാത്രിയിൽ ഇതാ അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വഴിയിൽ നിർത്തുകയായിരുന്നു. അതുണ്ടാക്കാനും മൂത്രിക്കാനും മറ്റാവശ്യങ്ങൾ വെള്ളം കുടിക്കാനും ഒക്കെ ഒരു സ്ഥലത്ത് നിർത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒട്ടകക്കട്ടിലിൽ നിന്ന് ഇറങ്ങി ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയി. പെട്ടെന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ആവശ്യം നിർവഹിച്ച് മഹദിയായ ആയിഷ ബീവി പെട്ടെന്ന് ഒട്ടകക്കട്ടിലേക്ക് കയറി.
പക്ഷേ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ധരിച്ചിരുന്ന മാല കാണാതെയായപ്പോൾ മഹദി അവറുകൾ ഞാൻ പോയ സ്ഥലത്തെങ്ങാനും വീണുപോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് മഹദി അവറുകൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് ആവശ്യം നിർവഹിച്ച് ജനങ്ങൾ ഒട്ടകക്കട്ടിലിലേക്കും കുതിരപ്പുറത്തും കൈതപ്പുറത്തും ഒക്കെ കയറി യാത്ര ചെയ്യാൻ അവർ ശ്രമിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാതി വഴിയിൽ ബാക്കിയായി. അർദ്ധരാത്രിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാരും സഹായിക്കാനില്ലാത്ത അർദ്ധരാത്രിയിൽ ഒരു പാറയുടെ മുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുമ്പോ അവസാനത്തെ രംഗം വീക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പർദ്ദയണിഞ്ഞ ഒരു ഉമ്മ ഇരിക്കുന്ന രംഗം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാ. സത്യത്തിൽ അവിടുന്ന് രക്തബന്ധമില്ല, കുടുംബ ബന്ധമില്ല, മുലകുടി ബന്ധമില്ല. പക്ഷേ അർദ്ധരാത്രിയിൽ തന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പരിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ച പ്രിയപ്പെട്ടവരെ ഒരു ഉമ്മക്ക് തുല്യമായി കാണേണ്ട ആയിഷ ബീവിയെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പ്രിയപ്പെട്ടവരെ ഒട്ടകക്കട്ടിലിൽ കയറിയിരിക്കാൻ പറയുകയാണ്. മദീനയിൽ വന്നിറങ്ങുന്ന സമയമാകട്ടെ പ്രിയപ്പെട്ടവരെ ഖുറൈശികളെല്ലാം കടയിലേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു. എല്ലാവരും ടൗണിൽ ഇറങ്ങുന്ന സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അബൂ സുഫിയാനും ബനിൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞുകൊണ്ട് മദീനയിലെത്തുന്നത്. ഇത് പലരും കണ്ടു. ജനങ്ങൾ പാട്ടാക്കി. യുദ്ധത്തിന്റെ മറവിൽ ഇതാ വ്യഭിചാരം നടക്കുന്നുണ്ട്. അതിന് നായകത്വം വഹിക്കുന്നത് മഹദിയായ ആയിഷയാണ്. അബൂ സുഫിയാനിന്റെ കൂടെ അല്ലെങ്കിൽ എന്തിനാണ് ആയിഷ സഞ്ചരിക്കേണ്ട ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചക കുടുംബത്തെ താറടിക്കാനും അതുവഴി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പും പ്രസരണവും പ്രബോധനവും ഇല്ലായ്മ ചെയ്യാനും അവർ തീരുമാനിച്ചു. എന്നിട്ടത് പ്രചണ്ഡമായ പ്രചരണം നടത്തി. അബൂ സുഫിയാനും ആയിഷയും തമ്മിലുള്ള വ്യഭിചാരക്കഥ പ്രിയപ്പെട്ടവരെ മെനഞ്ഞുണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആയുധമായി ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് ഇത് വലിയൊരു വേദനയായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ അവിടുത്തെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ ഇവർ വലിയ ആയുധമാക്കി അവരെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മൂഖതയായിരുന്നു. ജമാഅത്തിന് വന്ന റസൂലുള്ളാഹി എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന രംഗമാ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിണ്ടാട്ടമില്ല. കാരണം എന്റെ ഭാര്യ വ്യഭിചരിച്ചിട്ടില്ലെന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു ഭർത്താവിന്റെ സംസാരമാണ്. പക്ഷേ അത് നമുക്ക് കേൾക്കണ്ട. ആയിഷ ബീവി നിരപരാധിയാണെങ്കിൽ പടച്ചവൻ നിന്റെ ഖുർആൻ ഇറങ്ങട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ടവരെ അവർ അപകീർത്തിപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ തീരുമാനിച്ചു, അല്ലാഹുവേ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സത്യത്തിൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ഭാര്യമാരിൽ ഏറ്റവും ചെറിയ പ്രായമുള്ളവളായിരുന്നു. ഏറ്റവും നല്ല കുലീനതയുള്ള തറവാട്ടുകാരിയാണ്, സുമുഖിയാണ്, സുന്ദരിയാണ്, യുവതിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചുവോ നബി തങ്ങൾക്കറിയാം സംഭവിക്കില്ല. പക്ഷേ സമുദായത്തോട് പറയാൻ വോയിസ് ഇല്ലാതെയായി. അല്ലാഹുവിന്റെ റസൂല് വിചാരിച്ചു, പടച്ചോന്റെ തീരുമാനം വരട്ടെ, മാലാഖയായ ജിബ്രീൽ ഇറങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് വഹിയും കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കൃത്യമായി പറഞ്ഞാൽ 44 ദിവസം അല്ലാഹുവിന്റെ വഹി തന്നെ വന്നില്ല. പടച്ച തമ്പുരാൻ പ്രിയപ്പെട്ടവരെ ഖുറൈശികൾ പറഞ്ഞു പരത്തി ഏതേത് കാര്യങ്ങൾ വരുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആയത്ത് അവതരിപ്പിക്കാറുള്ള മുഹമ്മദിന്റെ പടച്ചോനും മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാ. കാരണം ഇപ്പൊ ഖുർആനും മുഹമ്മദിന് ഓതാനില്ല. ഇതും
കൂടി കേട്ടപ്പോൾ നബി തങ്ങൾക്ക് വലിയ വിഷമമായി. അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. മദീനയിൽ പോയ ആളുകൾക്കറിയാം, ആയിഷ ബീവിയുടെ വീടും റൗള ഷരീഫും ആയിഷ ബീവിയുടെ വീടും മദീനത്തെ പള്ളിയും ഒരു ചുമരിന്റെ വ്യത്യാസമാണ് സഹോദരങ്ങളെ. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അവിടുന്ന് മീറ്ററുകളിൽ ഒടുങ്ങി നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ നമ്മൾ ആലോചിക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ഇതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. കാരണം എന്താണെന്നറിയുമോ? നബി തങ്ങളെ സമാധാനിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏതേത് പ്രതികൂലമായ സാഹചര്യത്തിലും നമ്മൾ സാന്ത്വനപ്പെടുത്തുന്ന നബിതങ്ങള് സ്വന്തം ഭാര്യയെ കുറിച്ച് അപവാദം പറഞ്ഞ് ഖുറൈശികൾ ഇസ്ലാമിനെതിരെയും പ്രവാചകന്റെ കുടുംബത്തിനെതിരെയും പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന സമയത്ത് നബിതങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നേടാവിന് അനുയായികൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു നോക്കൂ. മഹാനവരുകൾ ഇതാ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നബി തങ്ങൾ ചോദിക്കുകയാണ്, ഉമറേ, ഖുറൈശികളുടെ നിലപാടെന്തോ? നമ്മുടെ അനുയായികളെ വിഷയത്തെക്കുറിച്ച് എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോ അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യമാരോ വ്യഭിചരിക്കുമെന്ന് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നില്ല. ഉമർ ആ കാര്യം ഉറപ്പിച്ചു തറപ്പിച്ചു പറയുകയാണ്. അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾ ആ രംഗത്തിന് സാക്ഷിയായിട്ടില്ല, നിങ്ങൾ ആ യാത്രയിൽ പങ്കെടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ആയിഷ വ്യഭിചാരിയല്ലെന്ന് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്, ആയിഷ ബീവി വ്യഭിചാരിയല്ലെന്ന് പറയാൻ എനിക്ക് കൃത്യമായ ഒരു തെളിവുണ്ട്. ഞാൻ അങ്ങയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം നബിയോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഈച്ചയുണ്ടല്ലോ നബിയേ, അതാ അങ്ങയുടെ ശരീരത്തിൽ ഇരിക്കുന്നത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ശരീരത്തിൽ പല പ്രാണികളും ഇരിക്കാറുണ്ട്, അങ്ങയുടെ ശരീരത്തിൽ കാണുന്നില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞത്, ഈച്ച എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണിന് ഗോചരമല്ലാത്ത ചില മ്ലേച്ഛമായ നജസുകൾ ആ ഈച്ചയുടെ കയ്യിലോ ചിറകിലോ കാലിലോ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നുവെന്ന് മാലാഖയായ ജിബ്രീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈച്ചയിരിക്കാത്ത ശരീരം എവിടെയാണ്? എന്നിട്ട് അതിന്റെ പേരിൽ നമ്മുടെ ശരീരം പൂത്ത് നാറാറുണ്ടോ? അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നജസ് കാണാറുണ്ടോ? ഇല്ല. കാരണം മനുഷ്യന്റെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത ആ ഒരു നജസിനെ കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ ശരീരത്തിലാകുമെന്ന് പേടിച്ചിട്ട് ഈച്ചക്ക് പെർമിഷൻ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് വെച്ചുകൊണ്ട് ഗവേഷണം ചെയ്യുക. ഈച്ചയുടെ ശരീരത്തിലുള്ള നജസ് അങ്ങയുടെ ശരീരത്തിലാകുമെന്ന് പേടിച്ച റബ്ബ് അങ്ങയുടെ കുടുംബത്തിന്റെ പരിശുദ്ധിയെ കാത്ത് സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയില്ല നബിയെ. അങ്ങേക്ക് ഭാര്യയായി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ അവൾ വ്യഭിചാരിയായി അല്ലാഹു തആല തെരഞ്ഞെടുക്കുമോ? ഇത് എന്റെ പ്രമാണമാണ്, ഇത് മുസ്ലിം ലോകത്തിന്റെ പ്രമാണമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി ആ സദസ്സിലേക്ക് മറ്റൊരു ദിവസം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. തന്റെ അവിടത്തെ 2 പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുക്കാൻ മാത്രം യോഗ്യരായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്.
അവിടുന്ന് ചോദിക്കുന്നു, ഉസ്മാനെ, നിങ്ങൾ ഈ വിഷയത്തെ വീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ശത്രുക്കൾ എന്താണിപ്പോൾ പറഞ്ഞു വരുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ആയിഷ എന്നല്ല അവിടുന്ന് അവിടത്തേക്ക് നൽകിയ ഒരു ഭാര്യമാരും വ്യഭിചരിക്കുകയില്ല. എനിക്ക് അവിടുന്ന് ഫാത്തിമ റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും വിവാഹം ചെയ്തു തരുമ്പോ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതും ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നതും അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം റസൂലുള്ള വിവാഹം ചെയ്തു കൊടുത്തത് റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ പിന്നെ ഉമ്മു കുൽസൂമിനെ കൂടി വിവാഹം ചെയ്തു കൊടുത്ത മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് സ്ഥാനപ്പേര് ലഭിച്ചു ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിന്റെ ഉടമയാണ്. ചരിത്രത്തിൽ ഒരു പ്രവാചകന്റെ രണ്ട് മകളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച വേറെ ഒരാളുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടുന്ന് ചോദിച്ചു, ഉസ്മാനിന്റെ പ്രതികരണം എന്താണ്? അതാ മറ്റുള്ളവരുടെ പ്രതികരണം എന്താണ്? ഖുറൈശികൾ ഇപ്പോൾ സ്വീകരിച്ച നിലപാടെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതിനേക്കാൾ അപ്പുറം ചിന്തിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അങ്ങയുടെ ഭാര്യ ആയിഷ എങ്ങനെ വ്യഭിചരിക്കാനാണ്? കാരണം ഞാൻ അവിടുന്ന് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രന്റെയോ സൂര്യന്റെയോ വെളിച്ചത്തിൽ അങ്ങയുടെ ശരീരത്തിന് നിഴല് കാണുന്നില്ല, ഞങ്ങളുടെ ശരീരത്തിന് നിഴല് കാണുന്നുണ്ടല്ലോ ഹബീബേ. അപ്പോൾ എന്നോട് പറഞ്ഞ വാക്കെന്തായിരുന്നു? എന്റെ ശരീരത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് പോലെ എന്റെ നിഴലിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. ഒരു പക്ഷേ ആ നിഴലിൽ ചവിട്ടിക്കേറി ജനങ്ങൾ സഞ്ചരിക്കാം. ഞാൻ വൃത്തിയുള്ള സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ നിഴൽ പക്ഷേ ഏതെങ്കിലും വൃത്തികേടുകൾ സംഭവിച്ചു പോകാനിടയുള്ളത് കൊണ്ട് നബിയേ, അങ്ങേക്കു നിഴല് വേണ്ട. അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുകയാണത്രേ. ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങയുടെ നിഴലിൽ ചവിട്ടിയിട്ട് അത് നിഴലിൽ ചവിട്ടുമോ എന്ന പേടിയുള്ളത് കൊണ്ട് നിഴല് വേണ്ടെന്ന് വെച്ച റബ്ബ് അങ്ങേ എത്രയാണ് പരിശുദ്ധനാക്കി കൊണ്ട് നടക്കുന്നത് നബിയേ. അങ്ങനെയുള്ള ഒരു റബ്ബ് അങ്ങേക്ക് ഭാര്യയായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സെലക്ട് ചെയ്യുമ്പോൾ അവള് വ്യഭിചാരിയാകുമോ? تقربوا الزنا إنه كان فاحشة وساء سبيلا. അതാ വ്യഭിചാരമെന്ന് പറഞ്ഞാൽ അത് മ്ലേച്ഛമായ വൃത്തികേടാണ്, മാത്രമല്ല വസാസബീല, അതോടൊപ്പം അവരുടെ പരമ്പര ചീത്തയാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചരിച്ച ആ കുഞ്ഞൻ മുതൽക്കുള്ള പരമ്പരക്ക് പിന്നീട് ക്വാളിറ്റി ഇല്ല. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് വസാഅസബീല. നബി തങ്ങളുടെ പരമ്പര അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത പരമ്പരയാകാൻ പാടില്ല. അവരാണ് തങ്ങന്മാരെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവിടുത്തെ മക്കൾ ഓരോരുത്തരായി മരണപ്പെട്ടു പോയപ്പോൾ അവസാനം 10 വയസ്സ് വരെ ജീവിച്ച ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയും മരണപ്പെട്ടുപോയി. ആ സമയത്ത് ശത്രുക്കൾ പറഞ്ഞു, മുഹമ്മദിന്റെ ശല്യം മുഹമ്മദിന്റെ നിര്യാണത്തോടുകൂടെയെങ്കിലും അവസാനിക്കും. കാരണം മുഹമ്മദിന് പരമ്പരയില്ല, മുഹമ്മദ് അബ്തറാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ വാലറ്റ് പോയവനെന്നാണ് ഉദ്ദേശിക്കുന്നത്, പരമ്പരയില്ലാത്തവനെന്നാണ് പറയുന്നത്. അബൂജഹലാണ്, വലീദാണ്, മുഗീറയാണ്, പ്രിയപ്പെട്ടവരെ ഉത്തുബയാണ്, അബൂലഹബാണ്. അങ്ങനെയുള്ള അതാ ഖുറൈശി നേതാക്കളാണ്.
പക്ഷേ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിക്കുകയാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് ഞാൻ കൗസർ തന്നിരിക്കുകയാണ്. കൗസർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന ഹൗദുൽ കൗസർ, അത് അതിന്റെ ഒരു അർത്ഥമാണ്. 13 അർത്ഥം വിശദീകരിച്ച ഇമാം റാസി റളിയല്ലാഹു അൻഹു കൗസറിന് കൊടുത്ത മറ്റൊരർത്ഥം അൽ ജമ്മൽ ഗഫീർ, കുടുംബത്തിൽ നിന്ന് നല്ല ഒരു വ്യൂഹം പരമ്പരയായി അങ്ങേക്ക് നൽകിയിരിക്കുന്നു നബിയേ. ഇന്ന് ലോകത്ത് തങ്ങന്മാരില്ലാത്ത രാഷ്ട്രങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, അവരെ ബഹുമാനിക്കാൻ നമ്മൾ കടമപ്പെട്ടവരാണ്. കാരണം അവർ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്. അവരുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. വ്യഭിചരിച്ചാൽ പിന്നെ ആ പരമ്പരയുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നബിയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വ്യഭിചരിച്ചാൽ പരമ്പരക്ക് പിന്നെ അർത്ഥമുണ്ടോ? അവരുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങയുടെ നേൽ പോലും സംരക്ഷിക്കുന്ന പടച്ച തമ്പുരാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിഷയും വ്യഭിചരിക്കുകയില്ല. എന്തൊരു നല്ല ഗവേഷണമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അബൂ സുഫിയാനിന്റെ കൂടെ യാത്രയിൽ പങ്കെടുത്തതുകൊണ്ടല്ല, ഇതുവരെ നബിതങ്ങൾ അവരോടൊപ്പം ജീവിച്ചിട്ടുള്ള ആ ഒരു ജീവിതത്തിന്റെ ചുറ്റുപാടും ശൈലിയും മനസ്സിലാക്കി പറയുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും അവരോട് പറയാറുള്ളത് ലഖദ് ലബിസ്തു ഫീകും ഉംറ എന്നായിരുന്നു. ഞാൻ പറയുന്ന ആശയങ്ങൾ സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ ലഖദ് ലബിസ്തു ഫീകും ഉംറ, ഒരുപാട് കാലം ഞാൻ നിങ്ങളിൽ ജീവിച്ചയാളാണ്. എന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് ഇതുവരെയുള്ള ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ വിലയിരുത്തിയിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, അങ്ങയുടെ ഭാര്യ വ്യഭിചരിക്കൂല, വ്യഭിചരിക്കുന്ന ഭാര്യ അല്ലാഹു അങ്ങേക്ക് സമ്മാനിക്കൂല. പിന്നീട് ആ ഭാഗത്ത് കടന്നു വരുന്നത് ആരാണ്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ 4ാം ഖലീഫയാകാൻ ഭാഗ്യം ലഭിച്ചയാളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത സഹപ്രവർത്തകനാണ് ഹാറൂൻ നബി. എന്നാൽ എനിക്ക് ശേഷം ഒരു നബിയില്ല, പക്ഷേ എന്റെ പിന്നണി പ്രവർത്തകനാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റ് എന്റെ മരുമകനായ അലിയാരാണ്. ആ അലിയാര് വീട്ടിൽ വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അങ്ങയുടെ കുടുംബത്തെ കുറിച്ച് എനിക്ക് യാതൊരു പേടിയുമില്ല. ആയിഷ എന്നല്ല, അവിടത്തേക്ക് നൽകിയ ഭാര്യമാരോ പുത്രിമാരോ ഇത്തരം ദുഷ്പ്രവർത്തികൾ ചെയ്യുകയില്ല. അത് അല്ലാഹു തആല തടയുന്നതാണ്. ഞാൻ അങ്ങയോടൊപ്പം ഒരു ദിവസം ഇശാ നിസ്കരിച്ചു. അപ്പോൾ ഇശാ നിസ്കരിക്കുന്നതിനിടയിൽ അവിടുത്തെ ചെരുപ്പ് അഴിച്ചു വെക്കുകയുണ്ടായി. നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഇത് ഞങ്ങൾക്കും ബാധകമാണോ? നിസ്കരിക്കുന്ന സമയത്ത് ചെരുപ്പ് അഴിച്ചു വെക്കൽ ഞങ്ങൾക്കും നിയമമാക്കപ്പെട്ടതാണോ? അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അതാ ഞാൻ നിസ്കരിക്കുന്ന ഇടയിൽ മാലാഖയായ ജിബ്രീൽ വന്നിട്ട് എന്നോട് പറയാണ്, നബി തങ്ങളെ, അങ്ങയുടെ ചെരുപ്പിന്റെ അടിയിൽ നരസുണ്ട്, അതുകൊണ്ട് നരസുള്ള ചെരുപ്പൊന്ന് അഴിച്ചു വെക്കണേ, എന്നിട്ട് നിസ്കരിക്കണമെന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, അങ്ങയുടെ ശരീരം മാത്രമല്ല, ചെരുപ്പല്ല, ചെരുപ്പിന്റെ അടി പോലും നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ക്വാളിറ്റി അന്വേഷിക്കാതെ പോകുമോ?
ഇല്ല ഇല്ല നബിയേ, ആ യാത്രയിൽ ഞങ്ങൾ പങ്കെടുക്കണമെന്നില്ല. കഴിഞ്ഞ കാല ജീവിത നിലവാരം വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങയുടെ ആയിഷ എന്നല്ല, അവിടുത്തെ കുടുംബമെല്ലാം പവിത്രതയുള്ളവരാണ്, ചാരിത്ര ശുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആമിനൂ കമാ ആമനന്നാസ്. നിങ്ങൾ നബി തങ്ങളിൽ വിശ്വസിക്കേണ്ടത് മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിക്കും പോലെയാണ്. നബി തങ്ങളെ അവരങ്ങേയറ്റം വിശ്വസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ കർഷകനായിരുന്ന സ്വഹാബി ഒരു കല്ലെടുത്തിട്ട് തന്റെ 2 കണ്ണുമങ്ങ് കുത്തി പൊട്ടിച്ചു കളഞ്ഞു. റസൂലുള്ള ഇല്ലാത്ത മക്കയിരി മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അതിനുശേഷം ദുനിയാവ് കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സ്വഹാബി ളുഹർ നിസ്കരിച്ച റസൂലുള്ളാഹിന്റെ അരികിൽ വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഞാനൊരു സങ്കടം പറയാൻ വേണ്ടി വന്നയാളാണ്. അങ്ങയെ ഓർക്കുമ്പോഴെല്ലാം എനിക്ക് കാണണമെന്ന വ്യഗ്രതയാണ്. ഞാനിപ്പോ അങ്ങയുടെ ളുഹർ നിസ്കരിച്ച് ജമാഅത്തിൽ പങ്കെടുത്ത് വീട്ടിൽ പോയ ആളാണ്. ഞാൻ അങ്ങയുടെ ഒരു കാര്യം ഓർത്തപ്പോൾ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല നബിയേ. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവിടുന്ന് വഫാത്തായി പോയാൽ ഏറ്റവും ഉന്നത നിലവാരമുള്ള റഫീഖുൽ അലയിലാണ്. ഞങ്ങളെ പോലത്തെ സാധാരണക്കാർ സ്വർഗത്തിന്റെ താഴെ തട്ടിലാണ്. അങ്ങയെ കാണുന്നത് എങ്ങനെയാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻത മഅ മൻ അഹ്ബബ്ത. നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ആമിനൂ കമാ ആമനന്നാസ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ അൽ മുസ്തദ്രക് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവിടുന്ന് യർമൂക്ക് യുദ്ധം, പ്രിയപ്പെട്ടവരെ, കമാൻഡറായി അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് യുദ്ധം ഇതാ നിർത്തൽ ചെയ്യാൻ മഹാനവറുകൾ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു 80% യർമൂക്ക് യുദ്ധം വിജയിച്ചു എന്ന് ഉറപ്പാക്കിയ രംഗത്തിലാണ് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്ന, ജനങ്ങളെ, യർമൂക്ക് യുദ്ധം ഇവിടെ നിർത്തണം. ഞാനൊരു സീരിയസ് മാറ്റർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്. എന്താണ് പ്രശ്നമെന്നറിയില്ല. ഞങ്ങൾക്ക് ഇതുവരെ നായകത്വം വഹിച്ച ഖാലിദ് ഇബ്നുൽ വലീദിന്റെ യുദ്ധങ്ങളിലെല്ലാം വിജയം ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് അവിടുന്ന് പറയുന്ന നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടുന്ന് പറയുന്നു, എന്റെ തലയിൽ ധരിച്ച ഒരു തൊപ്പിയുണ്ടായിരുന്നു, അത് യുദ്ധക്കളത്തിൽ ചാടിയിരിക്കുകയാണ്. അത് കിട്ടാതെ ഞാൻ ഇനി യുദ്ധം ചെയ്യാനില്ല. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു ചെറിയ തൊപ്പിക്ക് വേണ്ടി യുദ്ധക്കളം നിർത്തിവെക്കുക എന്ന് പറയുന്നത് എന്തൊരു വിവരക്കേടാണ്. ഖാലിദിന് എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, ഏതായാലും അതാ നേതാവിനെ അംഗീകരിക്കണമെന്നത് റസൂലുള്ളാഹിന്റെ തീരുമാനമാണ്. നിങ്ങളിൽ നിന്നൊരു നീക്കരോ വർഗക്കാരനായ കറുപ്പനെയാണ് അമീറാക്കിയതെങ്കിൽ, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ അവരെ അംഗീകരിക്കൽ നിർബന്ധമാണെന്ന് റസൂലുള്ളാഹിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് നേതാവായി പോയി അംഗീകരിക്കുക തന്നെ. യുദ്ധം നിർത്തിവെച്ചിട്ട് മഹാനവറുകളുടെ തൊപ്പിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊപ്പി കിട്ടിയപ്പോഴാകട്ടെ ഇമാം ഹാക്കിം പറഞ്ഞ വാചകം അങ്ങനെയാണ്. കിട്ടിയപ്പോൾ അതൊരു നുരുമ്പിയ തൊപ്പിയായിരുന്നു. ഈ തൊപ്പിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് യുദ്ധം നിർത്തൽ ചെയ്യാൻ ആവശ്യപ്പെട്ടത്? മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്ന, മക്കളെ,
ഞാൻ ഇതുവരെ യുദ്ധം നടത്തിയതിൽ അതാ എനിക്ക് കിട്ടിയ വിജയം നിങ്ങൾ കേട്ടോ, നിങ്ങൾ വിചാരിച്ചോ എന്റെ മസിൽ പവറാണെന്ന്, എന്റെ ആരോഗ്യമോ എന്റെ അഭ്യാസമോ ആണെന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, അത് ഈ തൊപ്പിയുടെ പവറാണ്. ഈ തൊപ്പിക്ക് പവർ കിട്ടാനുള്ള കാരണം റസൂലുള്ളാഹിന്റെ അതാ ശരീരത്തിലുള്ള അവിടുത്തെ തലയിലുള്ള 3 മുടിയാണ്. നബി തങ്ങൾ അവിടുന്ന് അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞിട്ട് തലമുണ്ടനം ചെയ്യുമ്പോ അത് ഹജ്ജിന്റെ ഭാഗമായിരുന്നു. അവിടുത്തെ മുടി വിതരണം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് കിട്ടിയ മുടി ഞാൻ എന്റെ തൊപ്പിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ തൊപ്പി ധരിക്കാതെ ഒരു യുദ്ധം നയിച്ചിട്ടില്ല. ഞാൻ നയിച്ച യുദ്ധത്തിൽ എനിക്ക് വിജയം വരിക്കാതെ യുദ്ധക്കളത്തിൽ നിന്ന് ഞാൻ അതാ തിരിഞ്ഞു പോന്നിട്ടുമില്ല. ഇതിന്റെ ചേതോവികാരം റസൂലുള്ളാഹിയാണ്. അവിടുത്തെ ഏറ്റവും ശറഫാക്കപ്പെട്ട മുടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു നേതാവിനെ അനുയായികൾ അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, ഇത് മുടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതേത് വിഷയം എടുത്തു പരിശോധിച്ചാലും അങ്ങനെയാണ്. 22 ക്യാരറ്റുള്ള ഹദീസാണ് മുസ്ലിമിന്റെ ഹദീസ്. അത് അംഗീകരിക്കാത്തവന് മുസ്ലിമല്ല. റസൂലുള്ള ഒരിക്കലിതാ ഉമ്മു ഹുമൈദിന് സായിദി ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരികയാണ്. റസൂലുള്ളാഹിന്റെ അമ്മായിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പച്ചി എന്ന് നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന റസൂലുള്ളാഹിന്റെ പിതാവിന്റെ അതാ സഹോദരിയായ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ റസൂലുള്ള വരുന്നു. ശരീരം നല്ലപോലെ വിയർത്തൊലിക്കുകയാണ്. വിശ്രമിക്കാൻ വേണ്ടി ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ ഒരു പായ നിർത്തി കൊടുക്കുന്നു. റസൂലുള്ള കിടക്കുന്നു. അവിടത്തെ കണ്ണുറങ്ങിയാലും ഹൃദയമുറങ്ങാറില്ല. ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന വിയർപ്പിന്റെ ഗണങ്ങൾ ശേഖരിക്കുകയാണ്. മഹരിയായ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ ജാഅത് ബിഖാറൂറത്തിൻ, ഒരു കുപ്പിയുമായിട്ട് മഹദി വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിയർപ്പിന്റെ ഗണങ്ങൾ ശേഖരിക്കുകയാണ്. ഇത് പറയുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ പെട്ടെന്നങ്ങ് ഉണർന്നുപോയി. ഫസ്തൈഖല റസൂലുള്ളാഹി ഫഖാല മാദാ തസ്നഈന യാ ഉമ്മ സുലൈം. എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച അമ്മായി ഒരു കുപ്പിയും പിടിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ്. നബി തങ്ങൾ ചോദിച്ചു, മാദാ തസ്നഈന, അല്ല അമ്മായി, എന്താ പരിപാടി, ഇപ്പോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നർജൂ ബറകതക യാ റസൂലല്ലാഹ് വ അത്യബു മിൻ തിബിനാ യാ ഹബീബല്ലാഹ് ഹദാ ദവാഉൽ ലിസ്ബിയാനിനാ യാ റസൂലല്ലാഹ്. 3 കാര്യങ്ങൾ പറയുകയാണ്. നബിയേ, ഇത് ഞങ്ങളുടെ കുട്ടികൾക്കുള്ള ഔഷധവീര്യമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് രോഗം വരുമ്പോ, ജലദോഷം വരുമ്പോ, പനി വരുമ്പോ, മറ്റേതെങ്കിലും രോഗങ്ങൾ അസുഖങ്ങൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മരുന്നാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും മികവുറ്റ സുഗന്ധദ്രവ്യമാണ്. നർജൂ ബറകതക യാ റസൂലല്ലാഹ്, ഇത് ഞങ്ങൾക്കുള്ള ബറക്കത്താണ് നബിയേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മായിയെ പഠിപ്പിച്ചോ, പടച്ചോനെ എന്റെ അമ്മായി കുഫറായി പോയി, ശിർക്കായി പോയി, അല്ലെങ്കിൽ ബിദ്അത്തുകാരനായി പോയി. എന്തൊരു വിശ്വാസമാണ്! വിയർപ്പാണോ കുപ്പിയിൽ ശേഖരിക്കുന്നത് എന്ന് ചോദിക്കാതെ അസബത്തി, എന്റെ അപ്പച്ചി പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണെന്ന് നബി തങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഏതു മേഖലയെടുത്ത് പരിശോധിച്ചാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളായാലും ജിന്നുകളായാലും എല്ലാവർക്കും കാരുണ്യമായി ലോകത്താകമാനം വാഴ്ത്തപ്പെടാൻ അല്ലാഹു തആല അവസാനമായി പ്രിയപ്പെട്ടവരെ അവതരിപ്പിച്ച പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ ആലോചിച്ചു നോക്കൂ. والوحش والأشجار كالشجرة له وعليه كالسلمنا بعد تشفد. നബി തങ്ങൾ സഞ്ചരിക്കുമ്പോൾ സലാം പറയുന്നത് മാൻപേടയാണ്. നബി തങ്ങളോട് സലാം പറയുന്നത് കല്ലുകളാണ്. അവിടെ നിന്ന് എടുത്ത കല്ലുകൾ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം അവിടെ നിന്ന് ഉപയോഗിച്ചിരുന്ന ഒരു മിമ്പർ കേവലം ഒരു ഈത്തപ്പന തടി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഒരാൾ ഞാൻ അവിടത്തേക്ക് നല്ല മിമ്പർ തരാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹിക്ക് പുതിയ മിമ്പർ ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ് ഈ പറയുന്നത്. ആ മിമ്പറെ റസൂലുള്ള തൽക്കാലം അപ്പുറത്തേക്ക് മാറ്റിവെച്ചു. വെള്ളിയാഴ്ച റസൂലുള്ള ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ തേങ്ങുന്നത് പോലെ കരച്ചിൽ കേൾക്കുന്നു. ആരാണെന്നറിയുന്നില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂക്ഷ്മമായി പരിശോധന നടത്തിയപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ അവിടുന്ന് ഖുതുബ ഓതാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ അവിടുന്ന് സ്വീകരിച്ചിരുന്ന ഈ തപ്പന തടി റസൂലുള്ളാഹിന്റെ വേർപാടിൽ നിന്നുകൊണ്ട് തേങ്ങിക്കരയുകയാണ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഏതേതു മേഖല എടുത്തു പരിശോധിച്ചാലും അങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്ത് ചോദിച്ചില്ലേ, അതാ നാൽക്കാലികൾ വന്ന്, ഒട്ടകങ്ങൾ വന്ന്, അതുപോലെ തന്നെ മൃഗങ്ങൾ വന്ന് അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, അതുപോലെ വൃക്ഷങ്ങൾ വന്നിട്ട് സുജൂദ് ചെയ്യുന്നു. നബിയേ, ഞങ്ങളും അങ്ങേക്ക് വേണ്ടി സുജൂദ് ചെയ്യട്ടെ. ഇത് സ്വഹാബത്ത് കാണുന്ന രംഗമാണ്. ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടുമ്പോ റസൂലുള്ള അവിടുന്ന് മൂത്രിക്കാൻ പ്രിയപ്പെട്ടവരെ താല്പര്യപ്പെടുന്നു. പക്ഷേ ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മൂത്രിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഈ മസ്അല സ്വഹാബത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് മറ വേണമെന്ന് റസൂലുള്ള ആവശ്യപ്പെടുന്നു. ഈ മൈതാനത്തിൽ എവിടുന്നാണ് മറ കിട്ടുന്നത്? റസൂലുള്ള പറയുന്നു, അതാ അങ്ങകലെ കാണുന്നു ഒരു വൃക്ഷം. ആ വൃക്ഷത്തോട് പറയണം, മുഹമ്മദ് നബി നിന്നെ വിളിക്കുന്നുണ്ട്. റസൂലുള്ള പറയുന്നത് ആ സ്വഹാബി എവിടെ പോയി ഉദ്ധരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, വലിയ ഒരു വൃക്ഷമിതാ ചടകുടഞ്ഞെണീറ്റുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വരികയാണ്. പിന്നെ റസൂലുള്ള വേറെ ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുന്നു. ആ വൃക്ഷവും നബി തങ്ങളുടെ മുമ്പിൽ വരുന്നു. അങ്ങനെ രണ്ട് വൃക്ഷവും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കൂടിച്ചേരാൻ നബി തങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിന്റെ മറവിൽ റസൂലുള്ളാഹി തങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ആ മരങ്ങൾ അതേ സ്ഥാനത്ത് പോയി നിലയുറപ്പിച്ചതായി ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഇതൊക്കെ കണ്ട സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയേ, ക്രിസ്ത്യാനികൾ അവരുടെ നേതാക്കൾക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്, അതുപോലെ ജൂതന്മാർ സാഷ്ടാംഗം നമിക്കുന്നുണ്ട്. ആദരവിന്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാടില്ല. ഒരു മനുഷ്യൻ മറ്റൊരാൾ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യൽ നിയമമുണ്ടായിരുന്നെങ്കിൽ അതാ ഭർത്താവിന്റെ മുമ്പിൽ ഒരു ഭാര്യ സുജൂദ് ചെയ്യേണ്ടതായിരുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രയും കടമയും കടപ്പാടും അവര് തമ്മിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതേതു മേഖല എടുത്തു പരിശോധിച്ചാലും അവിടെയെല്ലാം പ്രത്യേകത കാണാം. അതുകൊണ്ട് ആ നബി തങ്ങളെ അംഗീകരിക്കലും നബി തങ്ങളെ വിശ്വസിക്കലുമല്ലാതെ നമുക്ക് വേറെ നിർവാഹമില്ല. മഴയില്ലെന്ന് പറയുമ്പോൾ അവർക്ക് സമാധാനം നൽകുന്ന നബി തങ്ങളുടെ പ്രാർത്ഥനയാണ്. മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സങ്കടം പറയുന്നു, നബിയെ, ഞങ്ങൾക്ക് വെള്ളമില്ലാത്തതിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോയി, കന്നുകാലികൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെയായി പോയി, ഉമ്മയുടെ അമ്മിഞ്ഞ പാല് പോലും ബ്ലഡിന്റെ കളർ പുരണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ ഖുതുബയിൽ അങ്ങ് പ്രാർത്ഥന നടത്തി. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരു മഴയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മഴയാണ്.
കാരണം ഇത് അല്ലാഹു തആല സ്പെഷ്യലായി നബിതങ്ങളുടെ പ്രാർത്ഥനക്ക് കൊടുത്ത ഉത്തരമാണ്. അതുകൊണ്ട് നബിതങ്ങൾ തന്നെ വേണ്ടെന്ന് പറയട്ടെ. അടുത്ത വെള്ളിയാഴ്ച ചുട്ടുപൊരുത്ത മണലാരുണ്യത്തിലൂടെ നടന്നുപോയ സ്വഹാബികൾ വെള്ളത്തിലൂടെ മദീനയിലേക്ക് അതാ പള്ളിയിലേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ ഈ മഴയൊന്ന് നിർത്തൽ ചെയ്യാൻ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. പടച്ചവനെ തൽക്കാലം നിന്റെ മഴ ഞങ്ങൾക്കും മതി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇതാ മഴ നിൽക്കുന്നു. കാരണം എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പെയ്തിറങ്ങിയ മഴ നബിതങ്ങൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ ഏതേതു മേഖലയിലും തബൂക്കിന്റെ രണാങ്കളത്തിൽ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അവിടുത്തെ കൈ അതിലേക്ക് ഇറക്കി വെച്ച് തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും ഇടയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. പട്ടിണിയിൽ പ്രിയപ്പെട്ടവരെ മദീന ഒന്നാകെ സ്തംഭിച്ചു പോയപ്പോൾ നബിതങ്ങളെ മാത്രം വിളിച്ച വീട്ടിലേക്ക് മഹാന്മാരായ സ്വഹാബത്തിനെ ഒന്നടങ്കം നബിതങ്ങൾ വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടുന്ന് വേണ്ടതുപോലെ അതാ ഈ വരുന്ന സ്വഹാബികൾക്കെല്ലാം ഇറച്ചി ഇങ്ങനെ കോരിക്കൊടുക്കുന്നു. അവിടെ അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അവിടുന്ന് വിശന്ന് അവശനായി ദാഹിച്ച് വലഞ്ഞു പോയപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചൊല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ആടിനെ കറുക്കണം, പാല് എവിടെയാണ് പാത്രം? അവര് പറഞ്ഞു, ആ ആടിന് പാലില്ല. വിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാല് തന്നാ മതി, പാത്രം തന്നാ മതി. റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ അകിട്ടിൽ കാണിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവിടുത്തെ അകിട്ടിൽ നിന്ന് ഒന്ന് പിടിച്ചിങ്ങനെ കറക്കുമ്പോൾ സുന്ദരമായ പാല് വരുന്നു. ആ പാല് പിന്നെ ആടിച്ചാകുന്നത് വരെ അവസാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടതിനെല്ലാം പ്രത്യേകതയാണ്. അവിടത്തേക്ക് മുല കൊടുത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. ഹലീമ ബീവിക്ക് അതുവരെ ഒരു മുലയിൽ മാത്രമേ പാലുണ്ടായിരുന്നുള്ളൂ, അത് ഇടത്തെ സ്തനമായിരുന്നു. എന്നാൽ ഹലീമ കുട്ടിയെ ഏറ്റെടുത്തിട്ട് മറന്നിട്ട് വലത്തെ സ്തനമായിരുന്നു റസൂലുള്ളാഹിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തത്. അതേ പാലില്ലാത്ത സ്തനത്തിൽ അന്ന് മുതൽ പാല് ഉത്ഭവിക്കുകയാണ്. എല്ലാം അത്ഭുതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുല്യനായ പ്രവാചകനാണ്. ഏതു മേഖല എടുത്ത് പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യനായ ഒരു വ്യക്തിത്വത്തെ ലോകത്ത് കാണിക്കാൻ കഴിയില്ല. അല്ലാഹു തആല എല്ലാ പ്രവാചകന്മാരെയും ആലമുൽ അർവാഹിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ഉടമ്പടി ചോദിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രബോധനം ചെയ്യുന്ന കാലത്ത് മുഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ രംഗപ്രവേശം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പ്രബോധനം നിർത്തിവെച്ചിട്ട് മുഹമ്മദിനെ നിങ്ങൾ അംഗീകരിക്കുകയും പിന്താങ്ങുകയും വേണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ആലമുൽ അർവാഹിൽ വെച്ച് വാഴ്ത്തുകയുണ്ടായി എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ച പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയെ സ്നേഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. ഒരാള് വന്നിട്ട് നബിയോട് ചോദിച്ചില്ലേ, എപ്പോഴാണ് ഖിയാമത്ത് നാള് എന്ന്? എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാള്? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത്, വമാ അഅദത ലഹാ, ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ഒക്കെ അന്വേഷിക്കാൻ നിങ്ങൾ അതിനു വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? അപ്പോൾ
ആ മനുഷ്യൻ പറയുന്നു, എന്റെ അരികിൽ കൂടുതൽ നോമ്പില്ല, എന്റെ അരികിൽ കൂടുതൽ നിസ്കാരമില്ല, ദാനധർമ്മങ്ങൾ കൊടുക്കാൻ ഞാനൊരു മുതലാളിയല്ല. പക്ഷേ ഇന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നബി തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അൻത മഅമൻ അഹ്ബബ്ത, എങ്കിൽ അവരോടൊപ്പം നിങ്ങൾക്ക് സ്വർഗം പുൽകാമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ നബിതങ്ങളെ നാം മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. നബിതങ്ങൾക്കെതിരെ വരുന്ന ക്രൂരമ്പുകളെ, അത് ഏത് സമുദായത്തിൽ നിന്നാണെങ്കിലും അവരെ ചെറുത്തു നിൽക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സ്വീകരിച്ച നയമതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാം ഇങ്ങനെ കൂടുതൽ കൂടുതൽ പ്രചരിച്ചു വന്നപ്പോൾ നബിതങ്ങളെ കുറിച്ച് സമൂഹം ഒരാരോപണം ഉന്നയിച്ചുകൊണ്ട് നാടുനീളെ പ്രചരിപ്പിക്കുകയുണ്ടായി. വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സാഹിത്യ സാമ്രാട്ടുകാരനാണ്. അതുകൊണ്ട് ആ വലീദ് ഇബ്നു മുഗീറ ഇസ്ലാം മതം സ്വീകരിക്കുമോ എന്ന പേടി അവർക്കുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കാശ് കൊടുത്ത് വലീദ് ഇബ്നു മുഗീറയെ അവരുടെ കരവലയത്തിൽ തന്നെ ഒതുക്കി നിർത്തുകയാണ്. അവസാനം വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, അവൻ ഭ്രാന്തനാണ്, മജ്നൂനാണ്, നാടുനീളെ ഇതങ്ങ് പ്രചരിപ്പിക്കണം. എന്നാൽ പിന്നെ അവൻ ചൊല്ലുന്ന കവിതയൊന്നും ആരും ശ്രദ്ധിക്കപ്പെടുകയില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഭ്രാന്തൻ എന്ന ഒരു പരാമർശം വലീദ് ഇബ്നു മുഗീറ നടത്തിയത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്ത് അവതരിപ്പിച്ചു. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. പേനയാണ് സത്യം, പേന കൊണ്ട് വരക്കുന്ന വരകളാണ് സത്യം. അല്ലാഹു അനുഗ്രഹിച്ചിട്ട് അങ്ങ് ഒരിക്കലും ഭ്രാന്തനല്ല നബിയേ. ഫസതുബ്സിറു വയുബ്സിറൂൻ, ഇത് അങ്ങേക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടാൻ പോവുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. ഭ്രാന്തൻ എന്ന നബിതങ്ങളെ കുറിച്ച് ഒരു പ്രയോഗം നടത്തിയതിന്റെ പേരിൽ അല്ലാഹു തആല അവനെതിരെ പ്രയോഗിച്ച പ്രയോഗങ്ങൾ എത്ര കടുത്തുപോയെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. ഭ്രാന്തൻ എന്ന ഒറ്റ പരാമർശം നടത്തിയുള്ളൂ. അല്ലാഹു തആല അതിന് തുല്യമായി മറുപടി കൊടുത്തത് 10 പദപ്രയോഗങ്ങളിലൂടെയാണ്. വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ വലാ تطع المكذبين ولا تطع كل حلاف مهين. നബിയെ, അങ്ങയെ ഭ്രാന്തൻ എന്ന് വിളിച്ചവൻ കള്ളനാണ്. അവനെ അനുകൂലിച്ച സപ്പോർട്ട് ചെയ്ത ആളുകളും കള്ളന്മാരാണ്. വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ, അതുകൊണ്ട് അവരെ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. അങ്ങയെ ഭ്രാന്തൻ എന്ന് വിളിച്ച ആളുണ്ടല്ലോ, അവന് വേണ്ടതിനും വേണ്ടാത്തതിനും കള്ളസത്യം ചെയ്യുന്ന ആളാണ്. ഹല്ലാഫ് മഹീൻ, അവൻ നീചനാണ്, നികൃഷ്ടനാണ്. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നസീം, മന്നാഇൻ ലിൽ ഖൈരി, എല്ലാ നന്മക്കെതിരെയും പാരപണിയുന്നവനാ. മാത്രമല്ല മുഅ്തദിൻ നസീം, അവൻ സീമലംഘനം നടത്തുന്നവനാണ്, എല്ലാ രാജകത്വവും ചെയ്യുന്ന മഹാപാപിയാണ്. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്യം ബഅദ ദാലിക സനീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ കളവ് പറയുന്ന ആളാണ്, അവൻ നീചനാണ്, നികൃഷ്ടനാണ്, കള്ളസത്യം ചെയ്യുന്ന ആളാണ്. ഹമ്മാസിം മശാഇം ബിനമീം, കുത്തുവാക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അവൻ ഏഷണിക്കാരനാണ്, അവൻ പരദൂഷണം പറഞ്ഞു നടക്കുന്നയാളാണ്, എല്ലാ നന്മക്കെതിരെയും പാരപണിയുന്നവനാ. തുല്യം ബഅദ ദാലിക സനീം, പോരാ അവനൊരു 1-ാം നമ്പർ കൊടവയറനാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതുവരെ പറഞ്ഞ വിശേഷണങ്ങളിൽ ഓരോരുത്തർക്കും സംശയം ഉണ്ടായിരുന്നു. അത് എന്നെ കുറിച്ചായിരിക്കും പറഞ്ഞത്, അത് നിന്നെ കുറിച്ചായിരിക്കും പറഞ്ഞത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പഴിചാരാൻ പ്രിയപ്പെട്ടവരെ ഒരു അവസരം ഉണ്ടായിരുന്നു. എന്നാ ഇതെല്ലാം ഫിറ്റായ ഒരാള് വലീദ് ഇബ്നു മുഗീറയാണ്. അതെപ്പോഴാ തീരുമാനമായത്? ഉത്തുല്ലിൻ, അവൻ നല്ല ഒരു കൊടവേറനാണ്. ഇത് പറഞ്ഞപ്പോൾ അത്ര വയറുള്ള ആള് വേറെ ആരുമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ വിശേഷണങ്ങളും വലീദക്ക് നല്ല ഫിറ്റാണ്. അവസാനം 9 കാര്യവും പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു തആല പറയുന്നത് സനീം, അവനൊരു ജാരസന്തതിയാണ്. ഇത് പറഞ്ഞപ്പോൾ അവർ സ്തംഭിച്ചു പോയി. വലീദ് ഇബ്നു മുഗീറ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരാളെ കുറിച്ച് അവൻ ജാരസന്തതിയാണെന്ന് പറഞ്ഞാൽ ഒന്നിരിക്കലും മുഹമ്മദിനെ തെറ്റി, അല്ലെങ്കിൽ പടച്ചോനെ തെറ്റി, രണ്ടാലൊന്ന് സംഭവിച്ചു. ഇതുവരെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. വലീദ് ഇബ്നു മുഗീറ എന്നറിയപ്പെട്ട ഒരാളെ കുറിച്ച് ജാരസന്തതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാനാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ച 9 വലീദ് ഇബ്നു മുഗീറയിലുണ്ടെങ്കിൽ വളരെ രഹസ്യമായി ഒരു എൻക്വയറി നടത്തൂ ഉമ്മയോട്. എന്താണ് വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പരാമർശിക്കാനുള്ള കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രഹസ്യമായി വലീദ് ഇബ്നു മുഗീറയുടെ ഉമ്മയുടെ അരികിൽ ചെല്ലുകയാണോ എന്നിട്ട് ചോദിക്കാണ്, വലീദ് ജാരസന്തതിയാണെന്ന് മുഹമ്മദിന്റെ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോ, വലീദിന്റെ മാതാവ് പറയുകയാണ്, സത്യത്തിൽ വലീദിന്റെ പിതാവ് മുഗീറ ഒരു ഇന്നീനായിരുന്നു. അഥവാ ആരോഗ്യപരമായി ശേഷിയില്ലാത്ത ആളാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ലിംഗം ഉദ്ധരിക്കാത്ത ആളായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഇതാ ഒരാൾ ആടിനെ മേക്കാൻ വരുന്ന ഒരാളുമായി ശയനമുറിയിൽ പങ്കിട്ടപ്പോൾ ഉണ്ടായ കുട്ടിയാണ് വലീദ് ഇബ്നു മുഗീറ. വലീദ് എന്ന് പറയുന്നത് അത് മുഗീറയിലേക്ക് ചേർത്തി പറയുകയാണ്. സത്യത്തിൽ മുഗീറയുടെ മകനല്ല എന്നിതാ പ്രിയപ്പെട്ടവരെ മാതാവ് വിശദീകരിച്ചു കൊടുത്തു. എന്താണ് ഇത്രയും കർക്കശമായ ഒരു നിലപാടിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭ്രാന്തൻ എന്ന ഒരു പരാമർശം നടത്തിയപ്പോ അല്ലാഹു തആല ക്ഷുഭിതനാവുകയാണ്, അവിടുത്തെ പ്രോട്ടോകോൾ ലംഘിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്, അവർക്ക് മറുപടിയാണ് സൂറത്തു തൗഹീദ്. പക്ഷെ എന്തൊരു സൗമ്യമായ ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാഹു കല്ലാണെന്ന് പറഞ്ഞവരുണ്ട്, അല്ലാഹു തആല കുപ്പിയാണെന്ന് പറഞ്ഞവരുണ്ട്, അല്ലാഹു മരക്കഷ്ണമാണെന്ന് പറഞ്ഞവരുണ്ട്, സ്വർണ്ണത്താലും വെള്ളിയാലും ഉണ്ടാക്കിയ വിഗ്രഹമാണെന്ന് വിചാരിച്ചു പോയ ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ തലയെടുത്താൽ 100 ഒട്ടകം അവർക്ക് ഇനാമായി ഞാൻ നൽകാമെന്ന് പ്രഖ്യാപിച്ച അബൂജഹലിന്റെ വാക്ക് കേട്ടിട്ട് റസൂലുള്ളാഹിനെ പിന്തുടർന്ന സുറാഖത്ത് ഇബ്നു മാലിക്കുൽ മുദ്ലജി എന്ന് പറയുന്നത് ആ മനുഷ്യനുണ്ടല്ലോ, അതാ റസൂലുള്ളാഹിനെ പിന്തുടർന്ന റസൂലുള്ളാഹിന്റെ അരികിലെത്തിയപ്പോൾ തന്റെ ഒട്ടകത്തിന്റെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോകുകയായിരുന്നു. സുറാഖ വിചാരിച്ചു അടുത്തെത്തിയപ്പോ ഞാനാണ് 100 ഒട്ടകത്തിന്റെ അവകാശിയെന്ന്. പക്ഷേ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത സംരക്ഷണമാണ്. കാലുകൾ പ്രിയപ്പെട്ടവരെ ഭൂമിയിലേക്ക് ആണ്ടുപോയി, പിന്നെ എടുക്കാൻ പറ്റുന്നില്ല. സുറാഖത്ത് ഇബ്നു മാലിക് ആകെ വിഷമിച്ചു. മുഹമ്മദിനെ കിട്ടാത്തത് പ്രശ്നമല്ല, ഞാൻ ഈ മധ്യത്തിൽ, ഈ ശിഖരത്തിൽ, ഈ പർവ്വതത്തിന്റെ ഉച്ചിയിൽ ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയാൽ ഞാൻ എങ്ങനെ തിരിച്ചു പോകാനാണ്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പതിക്കാൻ പോയ സുറാഖത്ത് ഇബ്നു മാലിക്കുൽ മുദ്ലജി നബി തങ്ങളോട് പ്രിയപ്പെട്ടവരെ സഹായം തേടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിൽക്കുകയാണ്, പിന്നോട്ട് തിരിച്ചു വരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളെ പേടിച്ച് യാത്ര പോകുന്ന സമയത്തുള്ള രംഗമാണെന്ന് ഇബ്നു കസീർ പ്രിയപ്പെട്ടവരെ തന്റെ അൽബിദായത്ത് വന്നിഹായിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇതാ കുതിരയോട് ആവശ്യപ്പെടുന്നു എണീക്കാൻ. കുതിര അവിടുന്ന് സൗമ്യമായി എണീറ്റു പോവുകയാണ്. റസൂലുള്ളാഹി വീണ്ടും മുന്നോട്ട് കുതിക്കുമ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക്കുൽ മുദ്ലജി വിചാരിച്ചു, ഒന്നുകൂടെ ഒരു പ്രയാണം നടത്തിയാലോ. കാരണം 100 ഒട്ടകം കിട്ടല്ലേ. ഇന്നൊരു 100 ഇന്നോവ ഒരാൾ നമുക്ക് തരാന്ന് പറഞ്ഞതുപോലെയാണ് അറബികൾക്ക് ഒരു ഒട്ടകം എന്ന് പറയുന്നത്. എത്ര ലക്ഷം രൂപയാണ് എന്നാലോചിച്ച് നോക്കൂ.
അപ്പൊ സുറാഖത്ത് ബിൻ മാലിക്കുൽ മുദ്ലജി വിചാരിച്ചു സഹായം തേടിയതൊന്നും അത്ര പ്രശ്നമാക്കണ്ട, എന്തായാലും വധിച്ചു കളയാമെന്ന്. അങ്ങനെ വീണ്ടും റസൂലുള്ളാഹിനെ പിന്തുടരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. 3ാമത്തെ പ്രാവശ്യം സുറാഖത്ത് ബിൻ മാലിക്കുൽ മുദ്ലജിക്ക് മനസ്സിലായി ഒരിക്കലും നടക്കൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നബിയേ, ഞാൻ അങ്ങയുടെ തല വെടുക്കാൻ വേണ്ടി വന്നയാളാണ്, പക്ഷേ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമ്മതിക്കുന്നു, എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്, പരിശുദ്ധമായ മതത്തെ പുൽകുകയാണ്, വിളംബരപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ മക്കയിലേക്ക് വരുന്ന കാലത്ത് ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും. മദീനയിലേക്ക് യാത്ര പോവുകയാണ്. തിരിച്ചു വരുന്നത് 9 വർഷം കഴിഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ അവിടുത്തെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കൈഫ ബിക യാ സുറാഖ. അതാ കിസ്റ കൈസർ എന്ന് പറയുന്ന രാജാക്കന്മാരുടെ കൊട്ടാരം അടിച്ചു നിരപ്പാക്കി അവിടെയുള്ള ആളുകളെ മുഴുവനായി ഇസ്ലാമിലേക്ക് കൊണ്ടുകൊണ്ട് രാജ്യം മുഴുവനായി ഫത്ഹാകുന്ന സമയത്ത് ആ കിസ്റ കൈസർ രാജാക്കന്മാര് ധരിച്ചിരുന്ന വള സുറാഖയുടെ കയ്യിലേന്തുമ്പോൾ എങ്ങനെ ഉണ്ടാകും സുറാഖ? 9 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന രംഗം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റസൂലുള്ളാഹി ചോദിക്കുകയാണ്. സുറാഖക്ക് മനസ്സിലായില്ല എന്തായി പറഞ്ഞത്. സുറാഖ് അവിടെ നിന്ന് ചോദിച്ചൊരു ഡൗട്ട് ഉണ്ട്. നബിയെ, ഞാൻ അങ്ങയുടെ റബ്ബാണെന്ന് വിചാരിക്കുന്ന ഈ പടച്ചതമ്പുരാൻ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹു സ്വർഗം കൊണ്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ അതല്ല വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനാണോ? സുറാഖ് മുസ്ലിമായി, പക്ഷേ സുറാഖക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല, ഒരു ഐഡന്റിറ്റി ഇല്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മളെ പടച്ചവൻ എന്ന് പറയുന്ന അല്ലാഹു അത് സ്വർണം കൊണ്ടുള്ളതാണോ അതോ വെള്ളി കൊണ്ടുള്ളതാണോ പടച്ചവൻ? അപ്പോഴാണ് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗഹീദ് ഇറക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ, തങ്ങൾ പറയണം, ഹുവ കാര്യം, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്, ലം യലിദ്, അവൻ ബാപ്പയല്ല, വലം യൂലദ്, അവൻ കുഞ്ഞനുമല്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് സമന്മാരായി ലോകത്ത് ഒരു ശക്തിയും ഇല്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെ കുറിച്ച് വികലമായ പല ആശയങ്ങളും വെച്ചു പുലർത്തി അല്ലാഹുവിന്റെ പെൺകുട്ടികളാണ് മലക്കുകൾ എന്ന വിശ്വാസം പോലും ഖുറൈശികൾക്കുണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു തആല അതിനെയെല്ലാം പ്രതികരിച്ചത് സൗമ്യമായ ഭാഷയിലാണ്. നബി തങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോൾ അവനെ കൈകാര്യം ചെയ്ത ഭാഷ കർക്കശമായ ഒരു നിലപാടിലായിരുന്നു. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചിരിക്കുകയാണ്. നബിയെ കുറ്റം പറയാൻ ആർക്കും അല്ലാഹു തആല അനുവാദം കൊടുക്കൂല. അത് കുടുംബമായാലും ശരി, ഗോത്രമായാലും ശരി, അങ്ങനെയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ പിതാവിന്റെ സഹോദരനായ അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ്? അബ്ദുൽ മുത്തലിബിന്റെ 10 മക്കളിൽ ഒരാളാണ് അബൂലഹബ്. ആ അബൂലഹബിന്റെ കൂടെ ആ അബ്ദുൽ മുത്തലിബിനുണ്ടായ മറ്റൊരു മകനാണ് റസൂലുള്ളാഹിന്റെ പിതാവായ അബ്ദുള്ള. നമ്മൾ ആലോചിക്കണം, പിതൃ സഹോദരനാണ്. ആ പിതൃ സഹോദരൻ ആദ്യമായി ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ നബി തങ്ങളെ വിമർശിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. കുടുംബത്തിൽ നിന്ന് തുടങ്ങിയ പ്രബോധനം, ഇത് പറയാൻ വേണ്ടിയാണടാ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ ആദ്യമായി കുടുംബത്തിൽ നിന്ന് ശകാരം, അസഭ്യം. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അങ്ങയെ ചീത്ത പറഞ്ഞ, അങ്ങയെ പ്രബോധന ഗോഡയിലേക്ക് ഇറങ്ങിയ 1-ാം ദിവസം അങ്ങയെ ശകാരിച്ച ജനങ്ങൾക്കിടയിൽ അതാ മോശമായി ചിത്രീകരിച്ച തന്റെ പിതൃ സഹോദരനായ അബൂലഹബും അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലയും നരകക്കാരിയാണ് അല്ലാഹു തആല സന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ആയത്തിറങ്ങുമ്പോൾ മക്കയിലുണ്ടായ പ്രശ്നങ്ങൾ എത്ര ഗുരുതരമായിരുന്നു എന്ന് ആലോചിക്കണം. അബൂലഹബിന്റെ 2 മകനായ ഉത്ബയും മുത്തൈബയും റസൂലുള്ളാഹിന്റെ മക്കളായ ഉമ്മു കുൽസൂമും റുഖയ്യയുമായി വിവാഹം നടന്ന് അന്നത്തെ ആചാരപ്രകാരമുള്ള നിക്കാഹ് നടന്നിട്ട് പ്രിയപ്പെട്ടവരെ കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയാണ്.
അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നാശമടയട്ടെ, അല്ല അത് നശിച്ചിരിക്കുന്നു. അബൂലഹബിന് ദേഷ്യമിളകി. അബൂലഹബ് അബൂജഹലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ മുഹമ്മദിന്റെ ഖുർആൻ വളരെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്, ഞാൻ നരകവാസിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് വേണം? അബൂജഹൽ പറഞ്ഞു, ആ സഹിക്ക്, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നില്ലേ? അല്ലെങ്കിൽ മുഹമ്മദിന്റെ മകളെ കെട്ടാൻ നിങ്ങളുടെ മക്കളല്ലാതെ തയ്യാറാവും. അയാൾ വേറെ ഒരു മതം, നമ്മുടെ ആരാധന ആലയത്തെയും നമ്മുടെ ആരാധ്യരെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്താൻ പോകുന്ന മുഹമ്മദിനെ കൊണ്ട് മകനെ കെട്ടിക്കാൻ ആരാണ് മുന്നോട്ട് വന്നത്? നിങ്ങൾ സൈക്കി. അബൂജഹൽ കളിയാക്കി. അപ്പൊ അബൂലഹബ് പറഞ്ഞു, നമ്മളിൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന അബുൽ അബ്ബാസ് ഉണ്ടല്ലോ, അയാളാണ് ആദ്യം റസൂലുള്ളാഹിന്റെ മകളായ സൈനബിനെ വിവാഹം കഴിച്ചത്, അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ ഇതിന് മറുപടി എന്ന്. അബുൽ അബ്ബാസ് പറഞ്ഞു, ഞാൻ മുഹമ്മദിനല്ല കെട്ടിയത്, മുഹമ്മദിന്റെ മകൾ സൈനബിനെയാണ് വിവാഹം ചെയ്തത്. പക്ഷേ സൈനബിനെ കെട്ടിയത് കൊണ്ട് ഞാൻ മുഹമ്മദിന്റെ നിക്കാരം നോമ്പ് എടുക്കാൻ പോയിട്ടില്ല. സൈനബിനെ ത്വലാഖ് ചൊല്ലിയിട്ട് ഇവിടെ ഒരു കച്ചവടം നടക്കും നിങ്ങൾ വിചാരിക്കും വേണ്ട. കാരണം സൈനബിനെ പോലെ ഒരു പെൺകുട്ടി എനിക്ക് ദുനിയാവിൽ നിന്ന് കിട്ടോ എന്ന കാര്യം സംശയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ അബൂലഹബ് തന്റെ മക്കളായ ഉത്ബയെയും മുതൈബയെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ ഇപ്പൊ ഇവിടുന്ന് തൊലാഖ് ചെല്ലണം, ഇല്ലെങ്കിൽ ബാപ്പയും മക്കളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവൂല. ഉമ്മു ജമീല പറഞ്ഞു, ഈ വളപ്പിലേക്ക് കയറിയ ഒരു മുറുക്ക് വെള്ളം തരൂല ഞാൻ. ഓ, എന്തൊരു വർത്താനാണ്! സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ ദിവസം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 2 മക്കളെയും ത്വലാഖ് ചൊല്ലി. ഉത്ബ എന്ന് പറയുന്നത് വാപ്പയെ പോലെ ദുഷ്ടനായിരുന്നു. എന്നാൽ അബൂലഹബിന്റെ 3 മക്കളിൽ ഉത്ബയും അതുപോലെ മുഅത്തിബും പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ് റളിയല്ലാഹു അൻഹുമാ. പക്ഷേ വാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി ഉത്ബ ത്വലാഖ് ചൊല്ലിയപ്പോൾ ഉത്ബയും ത്വലാഖ് ചൊല്ലാൻ സന്നദ്ധനായി. ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന അബൂലഹബിന്റെ കൂടെ സഞ്ചരിച്ച ഉത്ബ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ പിതാവിനെ വഴിയിൽ വെച്ചിട്ട് വിളിച്ചു നിർത്തുകയാണ്, വാപ്പ ഇവിടെ നിൽക്കണം, ഞാൻ മുഹമ്മദിന്റെ വീട് വരെ ഒന്ന് പോകട്ടെ, എന്നിട്ട് ത്വലാഖ് ചൊല്ലിയ വിവരം മുഹമ്മദിന്റെ മുഖത്തു നോക്കി പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, അതുകൊണ്ട് ഒരല്പനേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പോകുന്ന വഴിയിൽ ബാപ്പാനെ പിടിച്ചു നിർത്തിയിട്ട് അവിടുന്ന് തെറ്റി സഞ്ചരിച്ചു. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ അതിന് തൊട്ട് മുമ്പിലിറങ്ങിയ ആയത്ത് പച്ചയായി പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, ഞാൻ നിന്റെ മകളെ, ഞാനും എന്റെ സഹോദരനും റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും ത്വലാഖ് ചൊല്ലിയിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ നബിതങ്ങൾ സ്തബ്ധനായി നിന്നുപോയി. ഒരു വീട്ടിലെ 2 മക്കൾ ത്വലാഖ് ചൊല്ലപ്പെട്ടു വന്ന അവസ്ഥ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രക്ഷിതാവിന് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കണം. നബിതങ്ങൾ ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് അബൂലഹബിന്റെ മകനായ ഉത്ബ എന്ന് പറയുന്ന ദുഷ്ടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷർട്ടിനെ ഇങ്ങനെ ബലാത്കാരമായി പിടിച്ചു താഴ്ത്തിയിട്ട് പ്രിയപ്പെട്ടവരെ കാർക്കിച്ച് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് തുപ്പുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രംഗം വേറെയില്ല. അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ വിഷമിച്ചു പോയി. കാരണം തന്റെ ശരീരത്തെ മർദ്ദിച്ചത് മാത്രമല്ല, മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയത് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആനിനെ കളവാക്കിയിട്ട് സ്വന്തം തന്റെ വായയിൽ വരുന്ന ഒരു പാട്ട് പോലെ ഖുർആനിനെ അവിടുന്ന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവിടുന്ന് കേടായി ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലത്ത് അലൈഹി കൽബൻ മിൻ കിലാബിക യാ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ദീനിനെ കളിയാക്കിയ ഈ ഉത്ബയെ കൈകാര്യം ചെയ്യാൻ ഒരു നായ നീ ഏൽപ്പിക്കണേ റബ്ബേ. തിരിച്ചു പോരുമ്പോ സുഖല്ലാതെ ഉത്ബ തിരിച്ചു പോരുകയാണ്. വയനാട്ടിക്ക് കല്യാണത്തിന് പോയതുപോലെ കല്യാണത്തിന് പോകുമ്പോ നല്ല സുഖം ഉണ്ടാവും, വരുമ്പോ ആകെ ആടിക്കഴിഞ്ഞ് ക്ഷീണിച്ചാണ് വരിക. എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലേ, പോകുമ്പോ കല്യാണത്തിനാണൊക്കെ പറയും, വരുമ്പോ അയാൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ പോയ ആ ഒരു സുഖം മുഖത്ത് കാണാൻ പറ്റുന്നില്ല. ഉത്ബയോട് ചോദിക്കുകയാണ്, എന്ത് സംഭവിച്ചു ഉത്ബ? അപ്പോഴാണ് പറയുന്നത്, ഒരു പ്രാർത്ഥന മുഹമ്മദ് നടത്തിയിട്ടുണ്ട്. എന്ത് പ്രാർത്ഥന? അല്ലാഹുമ്മ സല്ലിത്ത് അലൈഹി കൽബൻ മിൻ കിലാബിക. അത് കേട്ടതോടുകൂടെ അബൂലഹബ് പ്രിയപ്പെട്ടവരെ സ്തബ്ധനായി നിൽക്കുകയാണ്.
പറ്റിച്ചടാ, നിന്റെ കഥ കഴിഞ്ഞു. മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. മുഹമ്മദിന്റെ വ്യക്തിത്വത്തിൽ നമുക്കാർക്കും അഭിപ്രായമില്ല. പക്ഷേ ആ നമ്മൾ നാളിതുവരെയായി നമ്മുടെ പൂർവ്വപിതാക്കന്മാര് കാണിച്ചു തന്ന പാരമ്പര്യത്തിൽ നിന്ന് നമ്മൾ മാറാൻ നമുക്ക് പ്രയാസമുണ്ട്. ഇത് മാത്രമാണ് മുഹമ്മദിനോട് നമുക്കുള്ള വിരോധം. പക്ഷേ മുഹമ്മദിന്റെ കയ്യിൽ വടി കൊടുത്ത് നീ അടി വാങ്ങി, അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ വരാൻ പേടിയാവുന്നു. അബൂലഹബ് പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. യാത്ര പോകുന്നത് ഷാമിലേക്കാണ്. വിശാലമായ യാത്രയാണ്. ഒരു ദിവസം കൊണ്ട് അവസാനിക്കൂല. അതുകൊണ്ട് രാത്രിയിൽ ഒരു മൈതാനത്ത് കിടന്നുറങ്ങിയിട്ട് പോകാമെന്ന് അവർ തീരുമാനിച്ചു. ഒരു മൈതാനിയിലെ ചരക്കുകളെല്ലാം അതാ ഒട്ടകപ്പുറത്തുനിന്ന് അയച്ച് ഒരു മൂലയിൽ കൂട്ടിവെച്ച് അവർ ഉറങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതാ ഒരു ആശ്രമത്തിൽ നിന്ന് ഒരു സന്യാസി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കിടക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലമാണോ ഇത്? ഇവിടെ പകൽ സമയത്ത് ആടുകൾ മേക്കുന്നത് പോലെയാണ് രാത്രി സമയത്ത് ഇവിടെ സിംഹങ്ങൾ ഇറങ്ങാറുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോ അബൂലഹബ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, മുഹമ്മദിന്റെ പ്രാർത്ഥന എങ്ങാനും ഇവിടുന്ന് വരുമോ? പക്ഷേ അബൂലഹബ് അപ്പോഴും ചിന്തിച്ചത് നായെ കൊണ്ട് ഏൽപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത്. ഇതിപ്പോ സിംഹമല്ല, അപ്പൊ അതുകൊണ്ട് പ്രശ്നമാക്കണ്ട, ഇവിടെ കിടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ആളുകളും കിടന്നു. പാതിരാ സമയത്ത് അബൂലഹബിന്റെ മകൻ അബൂലഹബ് എണീറ്റുകൊണ്ട് കൂടെയുള്ള ആൾക്കാരോട് പറയാം, 30 ആളുകൾ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, മക്കളെ, എനിക്ക് സമാധാനം വരുന്നില്ല. എന്റെ മകനെ ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ആ കൂട്ടിയിട്ട ചരക്കുകൾക്കുള്ളിൽ എന്റെ മകൻ ഋതുബയെ കിടത്തിയിട്ട് അതിന്റെ മേലെ കട്ടിക്കട്ടിക്ക് സാധനങ്ങൾ അങ്ങനെ വെച്ചാൽ മതി, എന്നാ ഒരു മറയുണ്ടാവുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഷാമിലേക്ക് കച്ചവടത്തിന് പോയ 30 ആളുകളിൽ പല ആളുകളും പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. അവരാണ് ചരിത്രം പറയുന്നത്. ഞങ്ങളെ രാത്രി സമയങ്ങളിൽ പാതിരയായപ്പോൾ ഒരു സിംഹം എവിടെന്നോ ഇറങ്ങി വരികയാണ്. അവിടെയുള്ള ഞങ്ങൾ ഓരോരുത്തരുടെയും തല ഇങ്ങനെ മണത്തു നോക്കുകയാണ്. പക്ഷേ ഞങ്ങളെ ഒന്നുമല്ല സിംഹത്തിന് വേണ്ടത്. അവസാനം സിംഹമിടാ ആ ചരക്കുംഭാരത്തിന്റെ മുകളിലേക്ക് അങ്ങ് കയറിയിട്ട് തല ഊളിയിട്ട് കൊണ്ട് അബൂലഹബിന്റെ മകനായ ഉത്ബയെ അതിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നിട്ട് ശരീരത്തിൽ നിന്ന് 2 കഷ്ണമാക്കി വേർപ്പെടുത്തി കളഞ്ഞു. അല്ലാഹുമ്മ സല്ലത്ത് അലൈഹി കൽബൻ മിൻ കിലാബിക യാ അല്ലാഹുവേ, നിന്റെ ദീനിനെ കളിയാക്കി നിന്റെ പ്രവാചന കൊന്നനം മുട്ടിയ അബൂലഹബിന്റെ മകനായ ഉത്ബയെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഒരു നായയെ നീ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ പ്രതിഫലിക്കുകയാണ്. റസൂലുള്ളാഹി നായ എന്ന് പറഞ്ഞത് അതൊരു മുഅ്ജിസത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളെല്ലാം അങ്ങനെയാണ്. അവിടുന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ അതാ സമൂഹത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. അത് സമൂഹത്തിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ അവിടുന്ന് കാരുണ്യം മാത്രമാണ് അവിടുന്ന് ചെയ്യാറുള്ളത്. വസിഅത് റഹ്മതി കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും ബാധിക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞെങ്കിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അങ്ങ് കാരുണ്യമാണ് നബിയേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞാലും തീരാത്ത വലിയ ഒരു കഥാപാത്രമാണെന്ന്. ഏതു മേഖലയെടുത്ത് പരിശോധിച്ചാലും അത്ഭുതങ്ങളുടെ കലവറ മാത്രമേ പറയാനുള്ളൂ. ഏതു മേഖലയെടുത്ത് പരിശോധിച്ചാലും. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കിയത്. ലോകത്ത് നബിയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അല്ലാഹു തആല മഹത്വം കൊടുത്തിരിക്കുകയാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിന് മാത്രം പ്രത്യേകതയില്ലെന്നും അവിടുത്തെ മഹത്വങ്ങൾ പറയാൻ പാടില്ലെന്നും സാധാരണക്കാരനാണ് മുഹമ്മദ് നബി എന്നും പറയുന്നത് എന്തൊരു വിവരക്കേടാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും ഒരു മനുഷ്യരാണെന്ന് അല്ലാഹു തആല നബി തങ്ങളെ കുറിച്ച് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു അധ്യാപനമാണിത്.
ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഞാൻ നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും ഒരു മനുഷ്യനാണ്. അഥവാ അത്ഭുത പ്രകടനങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് ഞാനൊരു ദൈവമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദൈവത്തിന്റെ അവതാരമാണെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ഈസാ നബി അലൈഹി ഇസ്ലാമിൽ അള്ളാഹുവിന്റെ പുത്രനാണെന്ന് ആരോപിക്കാൻ അത് കാരണമായിട്ടുണ്ട്. കാരണം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കുക എന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇത് സാധാരണ ഒരു മനുഷ്യനല്ല, ഇതൊരു ദൈവമായിരിക്കണം. കാരണം അള്ളാഹു അവിടത്തേക്ക് കൊടുത്ത മുഅ്ജിസത്തുകളിൽ പ്രധാനമായത് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവൻ ഉണ്ടാക്കുക എന്നാണ്. ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ മയ്യത്തിന്റെ ബാക്കിൽ ഒരു ഉമ്മ കരഞ്ഞു വരുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അയാൾ എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ആ കുട്ടിക്ക്, ആ ഉമ്മക്ക് ആകെ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ, ആ കുട്ടി മരണപ്പെട്ടു പോയി. ആ കുട്ടിയുടെ ജനാസ കൊണ്ടുപോവുകയാണ്. ആ ഉമ്മ കരയാതിരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, മയ്യത്ത് കട്ടിൽ എവിടെ ഇറക്കി വെക്കുന്നത്, മയ്യത്ത് കട്ടിൽ ഇവിടെ ഇറക്കി വെക്കാൻ. ഈസാ നബി അലൈഹി ഇസ്ലാം എന്നിട്ട് ആ കുട്ടി കിടക്കുന്ന മയ്യത്തിന്റെ നേരെ കാണിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, കൊമ്പീടിനില്ല, കൊമ്പീടിനില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മോനെ ഒന്ന് എണീറ്റു നിൽക്കട്ടെ. കുട്ടി ചാടി ഇങ്ങോട്ട് എണീറ്റു. കഫം പൊതിഞ്ഞ ഈ കുട്ടി ചാടി എണീറ്റ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മയ്യത്ത് കൊണ്ടുപോയ ആൾക്കാരൊക്കെ എളിമ്പ്യരായിപ്പോയി. ഇനിയിപ്പോ മയ്യത്ത് കട്ടിലെ തിരിച്ചു കൊണ്ടോണ്ടേ. ആ കുട്ടിയോട് പറഞ്ഞു, നിന്നെ ഏറ്റി വന്ന കട്ടിലയാണിത്, ഇത് ഞങ്ങൾ ഇനി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്, മോൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അവരെ തല വെച്ചു കൊടുത്തുന്ന. ഇങ്ങനെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞത്, ഈസാ ഒരു പ്രവാചകനല്ല, മനുഷ്യനല്ല, ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ്. അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് അവരോധിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്ത്യാനികൾ ആരാധിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഗതികേട് കാണാതിരിക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങൾ ഒരു മനുഷ്യനായതുപോലെ ഞാനും ഒരു മനുഷ്യനാണ്. എന്ന് സാധാരണക്കാരന് അർത്ഥം കൊടുക്കാൻ പാടില്ല, അത് പോക്കറ്റ് നിർത്തി കൊടുത്തതാണ്. നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനും ഒരു മനുഷ്യനാണ്. അഥവാ ഞാൻ ദൈവമല്ല, ദൈവത്തിന്റെ പുത്രമല്ല, ദൈവത്തിന്റെ അവതാരമല്ല, ഞാൻ മലക്ക് വർഗത്തിൽപ്പെട്ട ആളല്ല, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. സാധാരണക്കാരനല്ല, ഞാൻ അസാധാരണക്കാരനാണ്. സാധാരണ മനുഷ്യന് വഹി ലഭിക്കുകയില്ല. വഹിയ് അല്ലാഹു തആല മലക്കുകൾ മുഖേന കൊടുക്കുന്ന ഒരു സന്ദേശമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മലക്കുകളെ കാണാൻ മനുഷ്യരാകുന്ന നമുക്ക് കഴിയില്ല. നമ്മുടെ കണ്ണുകൾക്ക് അതിന് കഴിവില്ല. മലക്കുകളുടെ ശബ്ദം നമ്മൾ കേൾക്കുകയില്ല. നമ്മുടെ കൂടെ ഇറക്കി മാറ്റിയതും എല്ലാ ദിവസവും ഉണ്ട്. നമ്മൾ ഇതുവരെ ഒരു സ്വകാര്യം പറയുന്നത് പോലും നമ്മൾ കേട്ടിട്ടില്ല. മലക്കുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോ ജുമുഅയിലും ആയിരക്കണക്കിന് മലക്കുകളുടെ അകമ്പടി ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. പക്ഷെ നമ്മൾ ഒരു മലക്കിനെയും കണ്ടിട്ടില്ല. ഓരോ ഇൽമിന്റെ സദസ്സിലും മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മലക്കുകളെ കാണാൻ നമ്മുടെ കണ്ണിന് കഴിയില്ല. ഇന്നൽ ഇൻസാന ഖുലിഖ ദഈഫാ, മനുഷ്യനെ ഞാൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനെ കാണുമായിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ 6666 അല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേടിയെടുത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അവന്റെ ഈമാനിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവന്റെ ഈമാൻ പൂർണ്ണമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുക, നബി തങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുക. അത് സ്നേഹം ഉണ്ടാകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുക. അതിന്റെ ഒരു മാർഗമാണ് നബി തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത്. ഒരാളെ കുറിച്ച് നല്ലതിങ്ങനെ കുറെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ അതിനോട് ഒരു അഭിവാഞ്ചയുണ്ടാകും. പെണ്ണിനെ കണ്ടുവന്ന ഭർത്താവ് ചിലപ്പോൾ പക്ഷെ ഒന്നുകൂടി കണ്ടാൽ വേറെ കുട്ടനെയും കൂടി കണ്ടാൽ തിരക്കടില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലാവുമ്പോ ഇതെല്ലാരും പിന്നെ അങ്ങോട്ട് തുടങ്ങും. ഓ, എല്ലാ ക്ലാസ്സിലും ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക്,
ബാപ്പാക്കുണ്ടല്ലോ അവിടെ ഔക്കാഫിന്റെ കീഴിൽ 1ാമത്തെ സ്ഥാനാണ് എന്ന് പറഞ്ഞ് ഓരോ ബടായി ഇങ്ങനെ വിടുമ്പോ എന്നാ പിന്നെ ഈ കുട്ടിനെ തന്നെ കെട്ട എന്നുള്ളിടത്തേക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കും അല്ലേ? ചില ദല്ലാലിമാരെ ബടായി കേട്ടാല് ആ ചെറുക്കനെ കിട്ടിയ തിരക്കിടില്ല, നടന്ന് കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായിട്ടോന്നാ പറയാം. അപ്പൊ വിചാരിക്കുന്ന പിന്നെ അതന്നെ നടക്കണം. എന്നിട്ട് കല്യാണ സദസ്സിൽ വരുന്നത് എങ്ങനെയാണ്? വീൽ ചെയറിലാണ്. പടച്ചവനെ ഇതെന്താ? അതല്ലേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ നടന്ന് കിട്ടിയ തിരക്കിടില്ല എന്ന്. പെണ്ണ് ചെറിയ പെണ്ണല്ല, അവളെ പേരിലാണ് ഖദീജ ഫാബ്രിക്സ് എന്ന് പറഞ്ഞ വലിയ ടെക്സ്റ്റൈൽസ്. നോക്കുമ്പോ എന്താണ്? വളരെ സാധു കുടുംബത്തിൽപ്പെട്ട പെണ്ണ്, അവിടെ ഒരു ടെക്സ്റ്റൈൽസിന് ഖദീജ എന്ന് പേരുണ്ട്. ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നല്ല ഒരു മെസ്സേജ് കിട്ടിയിരിക്കുകയാണ്. ബക്കറ്റ് കളക്ഷൻ അതുപോലെ സംഭാവനയൊക്കെ വേണമെന്ന് നിങ്ങളുടെ മുമ്പില് പിരിവിന് വേണ്ടിയുള്ള ബക്കറ്റ് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കാര്യമായി അതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ട്, നിങ്ങൾക്കറിയാലോ. ഇതൊന്നും ചുമ്മാ ഇവിടെ ഉണ്ടായതല്ല, ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിന് കാര്യമായിട്ട് തന്നെ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മഹാന്മാരായ മുൻഗാമികൾ സലഫ് സ്വാലിഹീങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നബിതങ്ങളെ കുറിച്ച് മദ്ഹ് പറയാൻ എനിക്ക് സ്വർണമലയോളം വലിപ്പമുള്ള സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെയും നബിതങ്ങളുടെ മൗലീദ് പറയാൻ വേണ്ടി മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കാനും ആസ്വദിക്കാനും ചെലവഴിക്കുമായിരുന്നു എന്ന് ഇബ്നു സീരീനിനെ പോലെയുള്ള പണ്ഡിതന്മാർ, മുൻഗാമികൾ, താബിഈങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നതായി നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മിൽ നിന്ന് നാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വതക്ക അത് നല്ല ഒരു സ്വതക്കയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടുകൂടെ നിങ്ങൾ എല്ലാവരും നൽകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും സമയം 10 മണി ഏകദേശമായില്ലേ? നിങ്ങളല്ലേ പറഞ്ഞ നേരത്തെ നിർത്തണം, പരമണിക്കൂർ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കുക, നെഞ്ചിലേറ്റുക. അത് മാത്രമേ നമുക്ക് രക്ഷയായിട്ടുള്ളൂ. മഹാന്മാരായ സ്വഹാബത്ത് അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് അനുസരിച്ച് പ്രവർത്തിച്ചവരുമായിരുന്നു. അതിന്റെ ഭാഗമാണ് മൗലീദ് ആലാപനം എന്ന് പറയുന്നത്. അതീനത്തെ പള്ളിയിൽ 2 മിമ്പർ ഉണ്ടായിരുന്നു. അതിൽ 1ാമത്തെ മിമ്പർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ഖുത്ബയോതുന്ന മിമ്പറയാണ്. 2ാമത്തെ മിമ്പർ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ പാടാൻ വേണ്ടി മാത്രം നിശ്ചയിച്ചു കൊടുത്തതായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് യദഉ ലി ഹസ്സാൻ ഇബ്നു സാബിത്ത് മിമ്പറൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഒരു മിമ്പർ തന്നെ നബി തങ്ങളിതാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. وأحسن منك لم تلد النساء وأجمل منك لم تر قط عين. നബിയേ, എന്തൊരു സൗന്ദര്യമാണ് അല്ലാഹു തആല അങ്ങാക്ക് നൽകിയിട്ടുള്ളത്. അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരാള് ഈ ഭൂമി ലോകത്ത് ഒരു കണ്ണും ദർശിച്ചിട്ടില്ല നബിയേ. അങ്ങയെപ്പോലെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞന് ഒരു ഉമ്മയും ജന്മം നൽകിയിട്ടില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടിപ്പുകഴ്ത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഭൂമി ലോകത്തേക്ക് ഭൂജാതനായ ആ സമയമുണ്ടല്ലോ, അത്ഭുതമായിരുന്നു. ആസ്ട്രോളമിയുടെ നിരീക്ഷണം അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ക്രാച്ച് പോലും എഴുതാനില്ലാത്ത ഒരു നല്ല സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാകുന്നത്. ഏറ്റവും നല്ല സമയം
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബറിസ് സ്വഹീഹിൽ മുസ്നദ്. അല്ലാഹുവിന്റെ റസൂൽ ഭൂമി ലോകത്തേക്ക് ഭുജാതനാകുമ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായി സുറുമയെഴുതിയ കണ്ണുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമി ലോകത്തേക്ക് ഭുജാതനാവുകയാണ്. പ്രിയപ്പെട്ടവരെ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോ നിങ്ങൾക്കൊന്നുമേ അറിയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ ഒരു കുട്ടിക്ക് വിവരമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാൽക്കാലി പ്രസവിച്ചു വീണാൽ ഉമ്മയുടെ അകിടെവിടെയാണെന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടി സുന്ദരമായി എണീറ്റ് നിന്നുകൊണ്ട് ഉമ്മയുടെ പാല് കുടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കാട്ടിൽ കാട്ടി എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവി പ്രസവിച്ച കുട്ടിക്കിതാ പ്രസവിച്ചാൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം എന്താ? ആ ഉമ്മയുടെ നാവ് നല്ല ഹാർഡായ നാവ് കൊണ്ട് ചെറിയ കുട്ടിയെ ഒന്ന് തലോടിയാൽ മാംസളമായ ഭാഗങ്ങൾ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് അല്ലാഹു തആല കൊടുത്ത സന്ദേശമാണ് പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ഓടണമെന്ന സന്ദേശം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മനുഷ്യ മക്കൾ പ്രസവിക്കപ്പെടുമ്പോൾ അവന്റെ ചെവിട്ടിലിതാ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുകയാണ്. കാരണം ലോകത്തുള്ള ആദ്യത്തെ സ്വരം അല്ലാഹുവിനെ കുറിച്ചുള്ള സന്ദേശമാകണമെന്ന നിർബന്ധം. അതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ പുരുഷനാവണമെന്ന നിയമമില്ല. ഒരു സ്ത്രീയാണെങ്കിലും പ്രസവിച്ച കുട്ടിക്ക് ബാങ്ക് വിളിക്കാൻ അനുമതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, സാധാരണഗതിയിൽ ഇതാ ഒരു സ്ത്രീ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കൽ ഹറാമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് മതവിധി എഴുതുമ്പോ പ്രസവിച്ച കുട്ടിയുടെ ചവിട്ടിലാദ്യമായി കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന മന്ത്രധ്വനിയാകണമെന്ന നിർബന്ധമുള്ളത് കൊണ്ട്. കാരണം മാമിൻ മൗലൂദിൻ ഇല്ലാ നഖ്സഹു ശൈത്താൻ. ഭൂമി ലോകത്ത് പ്രസവിക്കപ്പെടുന്ന ഏതോ ഒരു കുട്ടിയെയും ആദ്യമായി സ്പർശിക്കുന്നതും കുത്തുന്നതും പിശാചാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ഭൂമി ലോകത്ത് ഭുജാതനാകുന്നത് എങ്ങനെയാണെന്നറിയുമോ? ചരിത്രത്തിൽ കാണാം. ചെറിയ പ്രായമാകുന്ന സമയത്ത് ഒരു ദിവസം പോലും പിന്നിടാത്ത നബിതങ്ങൾ ഉമ്മ പ്രസവിച്ച് വീഴുമ്പോൾ പറയുന്ന വാചകം അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ഇത് സ്വന്തമായി നബിതങ്ങൾ ചൊല്ലിയാണ് ഭൂമി ലോകത്തേക്ക് ഭൂജാതനാകുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നബിതങ്ങളുടെ ചരിത്രത്തിൽ കാണാം. മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ മുല കൊടുക്കുന്ന സമയത്ത് നബിതങ്ങളെ ദിക്ർ പതിവായി ചൊല്ലാറുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കബീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. ജന്മം മുതൽ വഫാത്ത് വരെ ചരിത്രത്തിന്റെ ഓരോ നിമിഷങ്ങളും അത്ഭുതത്തിന്റെ കലവറയാണ്. ഒരാള് വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, എനിക്ക് മതത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളൊരു പ്രവാചകനാണോ എന്ന കാര്യം എനിക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി മരണപ്പെട്ടു പോയ എന്റെ മകളെ ഒന്ന് നിങ്ങൾക്ക് ഖബറിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുമോ? ചില ആളുകൾ അങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പ്രവാചകന്മാർക്കും നിശ്ചിതമായ മുഅ്ജിസത്താണ് ഉണ്ടായിരുന്നത്. എല്ലാ മുഅ്ജിസത്തും ഒരുപോലെ കിട്ടിയ ഒരു പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കർമി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി.
ലോകത്തെല്ലാ വിഭാഗം ആളുകൾക്കും നായകത്വം വഹിക്കേണ്ട നേതൃത്വമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള മുഅ്ജിസത്ത് അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. മരിച്ചുപോയ എന്റെ മകളെ കാണിച്ചു തന്നാൽ ഞാൻ അവിടുത്തെ പ്രവാചകത്വം അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് വിളിക്കാണ് ഖൗമി അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മകളെ ഒന്ന് എണീറ്റു നിൽക്കട്ടെ. ഖബറിൽ കിടക്കുന്ന കുട്ടി ഇതാ എണീച്ചു നിൽക്കുന്നു. പിതാവ് കണ്ടിട്ട് റസൂലുള്ളാഹി ചോദിക്കാണ്, ഖബറിലേക്ക് തന്നെ തിരിച്ചു പോകാനാണോ താല്പര്യം, അതല്ല ഈ പിതാവിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ കാഫിറിന്റേതാണെങ്കിലും മരണപ്പെട്ടു പോയാൽ അവർക്ക് ശിക്ഷയില്ലെന്ന് പറയാൻ ഇമാമിങ്ങൾ തെളിവ് പിടിച്ച ഒരു ഹദീസ് ഇതാണ്. കാരണം ആ കുട്ടി ഖബർ ശിക്ഷ അനുഭവിക്കുന്നവളായിരുന്നെങ്കിൽ പറയേണ്ടത് എന്റെ ബാപ്പയോടൊപ്പം ഞാൻ വീട്ടിലേക്ക് പോകണമെന്നാണ്. പക്ഷെ ആ കുട്ടി പറയുന്നത് ഞാൻ ഖബറിലേക്ക് തിരിച്ചു പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനിതാ ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വസിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കാൻ പോയ ചേരമാൻ പെരുമാള് വാണിജ്യാടിസ്ഥാനത്തിൽ മക്കയിൽ നിന്ന് ഇവിടത്തേക്ക് കേരളക്കരയിൽ വന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, അതാ ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ 2 പിളർപ്പായി 2 സ്ഥലത്താ നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അവര് പറയുകയാണ്, അത് ഞങ്ങളുടെ പ്രവാചകൻ കാണിച്ച മുഅ്ജിസത്താണ്. ഖുറൈശികൾ നബി തങ്ങളെ വെല്ലുവിളിച്ചു, ചന്ദ്രനെ 2 പിളർപ്പാക്കിയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അവരുദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം നബി തങ്ങൾ ഇതാ ഒന്ന് അബി ഖുബൈസിന്റെ മുകളിലും മറ്റൊരു പർവ്വതത്തിന്റെ മുകളിലുമായി ചന്ദ്രത്തെ 2 പിളർപ്പാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് അറിഞ്ഞതിന് ശേഷമാണ് ചേരമാൻ പെരുമാൾ മക്കയിൽ പോയത്. അതാ പോയി വരുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാലയിൽ വെച്ച് മരണപ്പെട്ടു പോവുകയായിരുന്നുവെന്ന് ചരിത്രം കുറിക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് വിധ്വംസക പ്രവർത്തനം കൊണ്ടല്ല ഇസ്ലാം സ്വീകരിച്ചത്, അല്ലെങ്കിൽ വർഗീയതയോ വംശീയതയോ ജാതീയതയോ തീവ്രവാദമോ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. അത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. റുഖാന എന്ന് പറയുന്ന ഖുറൈശികളിലെ വലിയ ഒരു നേതാവുണ്ടായിരുന്നു. അയാൾ വലിയ മസിൽ പവറുള്ള ആളാണ്, വലിയ അഭ്യാസിയാണ്. അതുകൊണ്ട് നബി തങ്ങളെ വെല്ലുവിളിക്കാൻ വന്നു, മുഹമ്മദിനെ അംഗീകരിക്കാം, പക്ഷേ എന്നെ ഒന്ന് തോൽപ്പിച്ചു കളയണം. എന്നെ ഒന്ന് തോൽപ്പിച്ചാൽ, മുഹമ്മദ് ജയിച്ചാൽ മുഹമ്മദ് നേതാവാണ്. നാളിതുവരെയായി തോൽവി എന്താണെന്ന് ചരിത്രത്തിൽ അറിയാത്ത റുഖാന പ്രിയപ്പെട്ടവരെ നബി തങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നമുക്ക് ആദ്യം കൈയൊന്ന് പിടിച്ച് ഗുസ്തി, അതാ നമുക്ക് നമ്മുടെ ആരോഗ്യമെന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ 2 പേരുടെയും കൈവച്ചു. ഒരു നിമിഷം പോലും സമയം കൊടുക്കാതെ റസൂലുള്ളാഹി തങ്ങൾ അടിച്ചു വീഴ്ത്തുകയാണ്. റുഖാന പറഞ്ഞു, എന്റെ വെപ്പ് ശരിയായില്ല, അതുകൊണ്ട് ഒരു ചാൻസ് കൂടി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1, 2, 3 അത് പ്രശ്നമുള്ള കാര്യമില്ല, നിങ്ങൾ വിജയിച്ചാൽ മതി. അവസാനം 3 പ്രാവശ്യം പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 1 സെക്കൻഡ് പോലും സമയം കൊടുക്കാതെ റുഖാനെ അടിച്ചു വീഴ്ത്തിയപ്പോൾ റുഖാന പറയുകയാണ്, ഇത് പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയല്ലാതെ എനിക്ക് നിർവാഹമില്ല. കാരണം ഇതിൽ ദൈവീക ശക്തി ഞാൻ കാണുന്നു. ചരിത്രത്തിൽ എന്താണ് തോൽവി എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇതാ 2 അഭിപ്രായമുണ്ട് റുഖാനയുടെ കാര്യത്തിൽ. എന്നാൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച് റുഖാന റളിയല്ലാഹു അൻഹു മുസ്ലിമാവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഏതു മേഖല എടുത്തു പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത്ഭുതമാണ്. അതുകൊണ്ട് ഭൂമി ലോകത്ത് വസിക്കുന്ന നമുക്ക് രക്ഷകനായ പ്രിയപ്പെട്ടവരെ നബി തങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളുമായി ബന്ധപ്പെട്ടതെല്ലാം നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്. നമ്മുടെ കൈകാലുകൾ നമുക്കെതിരെ പടച്ചോന്റെ കോടതിയിൽ നമുക്കെതിരാണ്.
اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ നമ്മുടെ കൈകൾ സംസാരിക്കുന്നു, വായകൾ സീല് വെക്കപ്പെടുന്നു, കാലുകൾ അതിന് സാക്ഷി നിൽക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കുള്ള അവസ്ഥയാണെങ്കിൽ يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. അതാ ഭർത്താവിന് ഭാര്യയില്ല, ഭാര്യക്ക് ഭർത്താവില്ല, മക്കൾക്ക് മാതാവില്ല, പിതാവില്ല. മാതാവും പിതാവും മക്കളെ കാര്യം അന്വേഷിക്കുന്നില്ല. ഒരാളും ഒരാളുടെ സൗഹൃദ ബന്ധത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ആലോചിക്കുന്നില്ല. എടുക്കാൻ മാത്രം ഭാരവുമായിട്ടാണ് ഓരോരുത്തരും മഹ്ശറയിൽ വന്നിരിക്കുന്നത്. നമ്മൾ ജീവിച്ച ഭൂമി നമുക്കെതിരാണ്. മാമിൻ ആമിലിൻ അലൽ അർദി ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ യൗമൽ ഖിയാമ തഹഫ്ഫദൂ മിനൽ അർദി ഫഇന്നഹാ ഉമ്മക്കും. ഭൂമി നിങ്ങളുടെ മാതാവാണ് ജനങ്ങളെ, അതുകൊണ്ട് ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ. മാമിൻ ആമിലിൻ അലൽ അർദി ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ യൗമൽ ഖിയാമ. നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഭൂമി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അല്ലാഹുവിങ്കൽ അവതരിപ്പിക്കുമെന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എല്ലാം നമുക്കെതിരാണ്. എന്നാൽ നമ്മുടെ കാര്യം പറയാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ. ഇമാം തബറാനിയുടെ ഹദീസിലുണ്ട്, 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി. അതാ അർശിന്റെ സമീപത്ത് 1.5 ലക്ഷം കസേര അല്ലാഹു ഒരുക്കി വെക്കുകയാണ്. നാളെ മഹ്ശറയിലുള്ള വിവരമാണ്. അതാ എല്ലാ പ്രവാചകന്മാരും വന്ന് അതിൽ ഉപവിഷ്ടരാവുകയാണ്. മധ്യത്തിലിരിക്കാൻ മാത്രം ഒരു കസേരയിൽ ആളില്ല. അല്ലാഹു തആല ചോദിക്കുന്നു, ഈ മധ്യത്തിലിരിക്കേണ്ട ആളെവിടെയാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല, അവിടുത്തെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ജിബ്രീൽ വന്നിട്ട് പറയുന്നു, ഇതിലിരിക്കേണ്ട ആള് മുഹമ്മദ് നബിയാണ്. എവിടെയാണ് മുഹമ്മദ് നബി? അന്വേഷണമാണ്. മഹ്ശറയുടെ താഴ്വരയിലൂടെ ജിബ്രീൽ സഞ്ചരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗത്തിരുന്ന് റസൂലുള്ള പൊട്ടിക്കരയുകയാണ്. എന്തിനാ നബിയെ തങ്ങൾ കരയുന്നത്? ജിബ്രീലിന്റെ ചോദ്യമാണ്. അവിടെന്ന് പറയുന്നു, ആയിരിക്കുന്ന അമ്പിയാക്കളോടൊപ്പം ഞാനും അവിടെ മധ്യത്തിലിരിക്കാൻ ചെന്നാൽ അവരെ പിന്നീട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ജിബ്രീലേ, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ അറിയാതെ എനിക്കതിലിരിക്കാൻ പറ്റൂല. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, 1000 കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചൂട് അനുഭവിക്കാൻ പറ്റാതെയാണ് നമ്മുടെ റൂമിൽ AC വെച്ചത്, കാറിൽ AC വെച്ചത്. നമ്മുടെ പള്ളിയിലും AC ഉണ്ടായാൽ തിരക്കടില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്ര പോലും ശക്തമായ ചൂടാണ്. ആ സൂര്യൻ നമ്മുടെ തലക്കുമേലെ ഒരു ചാണു മുകളിൽ ഓടിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെത്ര ഭയാനകരമാണ്. നബിതങ്ങള് വിതുമ്പുകയാണ്. ഈ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് എന്റെ ഉമ്മത്തിവിടെ വെന്തുകരുകയാണ്. അതുകൊണ്ട് ഇവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകൂല റബ്ബേ. ഞാൻ ആ കസേരയിലിരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അല്ലാഹു തആല നബിതങ്ങളെ സമാധാനിപ്പിക്കുന്നു. എല്ലാ അമ്പിയാക്കളും നഫ്സി നഫ്സി എന്ന് വിളിച്ചു പറയുന്നു. റസൂലുള്ള ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരയുന്നു. അല്ലാഹു തആല നബിതങ്ങളെ സമാധാനിപ്പിക്കുന്നു. നബിയേ, ഇവിടെ ഹിസാബിന്റെ വേദി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. സിറാത്ത് പാലം അവിടെ സ്ഥാപിക്കുന്നു. ഓരോരുത്തരുടെ
തോതനുസരിച്ച് സിറാത്ത് പാലം വേഗതയിൽ വിട്ടുപോകുന്നു. ചില ആളുകളുടെ ദുഷ്പ്രവർത്തി കാരണമായി നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെടുന്നു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നരകത്തിൽ കിടന്ന് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളെല്ലാം വെന്തു കരിയുകയാണ്. കാരണം വത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറതു ഉഇദ്ദത് ലിൽ കാഫിരീൻ. ഇവിടെ കത്തിക്കപ്പെടുന്ന തീയുണ്ടല്ലോ, വെള്ളം ചൂടാകാൻ 100 സെൽഷ്യസ് ചൂട് വേണമെന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. ഏതെങ്കിലും ഇവിടത്തെ തീയിലിട്ടിട്ട് അടുപ്പിലിട്ടിട്ട് കല്ല് കരിക്കാൻ നിങ്ങൾക്ക് കഴിയോ മക്കളെ? ഇവിടത്തെ തീയിന് കല്ല് കരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ നരകത്തിൽ അല്ലാഹു തആല വിറകായി സ്വീകരിച്ചത് മനുഷ്യ ശരീരവും കല്ലുമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. തീ കൊണ്ട് കല്ലിനെ കരിച്ചു കളയാൻ 1.5 ലക്ഷം സെൽഷ്യസ് ചൂടുണ്ടായാലോ സാധിക്കുമെന്നാണ് ശാസ്ത്രത്തിന്റെ നിഗമനമെങ്കിൽ, ആ ശക്തമായ ചൂട് കൊണ്ടിട്ട് ശരീരം മുഴുവനായി ചത്ത് അതാ കരിഞ്ഞു ചാമ്പലായി പോയി. അതിലൊരു വിഭാഗം ആളുകളുടെ മുഖത്തിനും ഹൃദയത്തിനും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലിക് അലൈഹിസ്സലാമിനെ ഇവരെ കണ്ടിട്ട് വല്ലാത്ത അത്ഭുതമാണ്. മാലിക് അലൈഹിസ്സലാം നരകത്തെ കാക്കുന്ന മലക്കാട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വല്ലാത്ത അത്ഭുത ജീവികളാണ്, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മുഖവും കരിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളാരാ? അപ്പോൾ അവരുടെ മറുപടിയാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധമായ ഖുർആനുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം കരിയില്ല, ഞങ്ങൾ ഉതുവെടുത്ത മുഖമാണ്, അതുകൊണ്ട് മുഖവും കരിഞ്ഞു പോവുകയില്ല. മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്നു, അപ്പൊ നിങ്ങൾ ഖുർആന്റെ ആളുകളാണെങ്കിൽ റസൂലുള്ളാന്റെ ഉമ്മത്ത് മുഹമ്മദാണോ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാനെ അവരങ്ങ് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരയുക. അതെ, നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്. ആ മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. ചെറിയ ചെറിയ ഇബാദത്തുകളുടെ സ്വർഗം പ്രാപിക്കാനുള്ള അമലുകൾ നബിതങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും ഹതഭാഗ്യരേ, നിങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വന്നോ? ഈ കമന്റ് കൂടി കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹൃദയം പൊട്ടുകയാണ്, അവര് വിതുമ്പി കരയുകയാണ്. ഒരു ദിവസം മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിലൂടെ നടന്നു പോകുമ്പോ മാലിക് അലൈഹിസ്സലാം നരകക്കാരുടെ വിശേഷം പറയുകയാണ്. ഈ നരകത്തിൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുണ്ട്, അവരുടെ ഹൃദയം കരഞ്ഞിട്ടില്ല, മുഖം കരഞ്ഞിട്ടില്ല. ജിബ്രീൽ വന്നിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അവര് പറയുന്നു, അന്ന് മുതൽക്ക് ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാനിപ്പോ റസൂലുള്ളാന്റെ അരികിൽ നിന്ന് വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകക്കാരായ റസൂലുള്ളാനെ സ്നേഹിക്കുന്ന, പക്ഷേ അതാ ചെയ്യാൻ പാടില്ലാത്ത വലിയ വലിയ പാപങ്ങൾ അവർ ചെയ്തു പോയി. ഉമ്മയെ ധിക്കരിച്ചു പോയി, പലിശ തിന്നുപോയി, യതീമിന്റെ സമ്പത്ത് ഭുജിച്ച കാരണത്താൽ വിരോധിക്കപ്പെട്ട വലിയ വൻ പാപങ്ങളും വീഴ്ചകളും അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അതിന്റെ തോതനുസരിച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. അവര് പറയുന്നു, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സലാം റസൂലുള്ളാഹിക്ക് പറഞ്ഞേക്കുമോ? ഇത് കേട്ടിട്ട് ജിബ്രീൽ റസൂലുള്ളാഹിന്റെ അരികിൽ ചെല്ലുന്നു. റസൂലുള്ള റഫീഖുൽ അലയിലാണ്. ലോകത്തിന് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ റസൂലുള്ള പറഞ്ഞത് അർ റഫീഖുൽ അലാ. ഇത് നബി തങ്ങളുടെ ഖുസൂസിയത്താണ്.
നബിതങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. സമയം ദീർഘിപ്പിക്കുന്നത് കൊണ്ട് ദീർഘിച്ചു പോകുന്നത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഫീഖുൽ അലയിൽ വന്നിട്ട് ജിബ്രീൽ ഇത് പറയുമ്പോൾ സഹിക്കാൻ കഴിയാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങ് കരയുന്നു, സുജൂദിൽ കിടക്കുന്നു. അല്ലാഹുവേ, ഞാൻ റഫീഖുൽ അലയിൽ സുഖലോലുപനായി ജീവിക്കുമ്പോഴും എന്റെ ഉമ്മത്ത് ഇപ്പോഴും നരകത്തിലുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരെങ്കിലും പടച്ചവനെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. ഇനി ഒരാളെയും വിശ്വാസികൾ അതിൽ കടത്തുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ് റസൂൽ ശുപാർശ ചെയ്യുമ്പോ വൻപാവികളായ ആളുകളെ പോലും നരകത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് മാഉൽ ഹയായിൽ മുക്കിയിട്ട് അവർക്ക് പുതിയ ജീവൻ കൊടുത്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയെ വിളിക്കാൻ പാടില്ല, വഫാത്തായ റസൂലുള്ളാഹിയോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്, കുഫറാണ്. ഹജ്ജ് ചെയ്ത ആളുകൾ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് അവിടുത്തെ ശഫാഅത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അവന്റെ ഹജ്ജ് ബാത്തിലാണെന്ന് പറയുന്ന ചില ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. അവരും ചെല്ലുന്നത് നാളെ റസൂലുള്ളാഹിന്റെ അരികിലേക്കാണ്. വംതാസുൽ മുജ്രിമീൻ വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അവരോ കുറ്റവാളികളെ, മാറി നിൽക്കൂ, എന്റെ ഹൗദിലേക്ക് നിങ്ങൾ അടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള അട്ടിയോടിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ നമ്മൾ നല്ലപോലെ സ്നേഹിക്കണം, അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കണം, റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയണം, സ്വലാത്തു നമ്മൾ ചൊല്ലണം. അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വേറെ ഒന്നുമില്ല. ഏത് അമലുകളും അല്ലാഹു സ്വീകരിക്കാം, അത് തള്ളപ്പെടാം. എന്നാൽ റസൂലുള്ളാഹിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ചൊല്ലിയ സ്വലാത്തിന്റെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നമ്മളെ നിസ്കാരത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടായാൽ ആ നിസ്കാരം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയി. നിന്ന് നിസ്കരിക്കേണ്ട ഒരു മനുഷ്യൻ ഇരുന്ന് നിസ്കരിച്ചാൽ അത് സ്വീകരിക്കൂല. 2-3 കിലോമീറ്റർ ഒക്കെ സൈക്കിൾ ചവിട്ടിയിട്ട് പള്ളിയിൽ വരുന്ന ചില ആൾക്കാര് പ്രിയപ്പെട്ടവരെ ഇരുന്ന് നമസ്കരിക്കുന്നവരുണ്ട്. രോഗമുള്ള ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് നിസ്കരിച്ചാലേ അവരുടെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. നിൽക്കുന്നതിനും ഇരിക്കുന്നതിനും കൂലി വേറെയാണ്. അജ്റുൽ ഖായിദ് നിസ്ഫുൽ ഖായിം. നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലിയെ ഇരുന്ന് നമസ്കരിക്കുന്നവനുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിവില്ലാത്ത ആളുകൾ ഇരിക്കാം എന്ന് കരുതി അവരുടെ അമലുകൾക്ക് മാറ്റമില്ല. അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അല്ലാഹു തആല അടിമക്ക് കൊടുക്കുന്ന ആനുകൂല്യം. 1,00,000 രൂപ സാലറി വാങ്ങിയ ആള്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അയാള് റിട്ടയർഡ് ആയിട്ട് പോകുമ്പോൾ അയാൾക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ മാക്സിമം വന്നാൽ ഒരു 50 രൂപയാണ് അയാൾക്ക് പെൻഷൻ കിട്ടുക. അല്ലാതെ 1,00,000 വാങ്ങിയ ആ സാലറി എന്നെ പെൻഷൻ കിട്ടുമോ? അത് കിട്ടൂല. എന്നാൽ യുവത്വമുള്ള കാലത്ത് ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിച്ചു, അയാള് രോഗിയായി, അയാള് വാർദ്ധക്യ സഹജമായ അവസ്ഥയിലായി. അപ്പോൾ അയാളുടെ മനസ്സിങ്ങനെ മന്ത്രിക്കുന്നു, പഠിച്ചവനെ എനിക്ക് നിൽക്കാൻ കഴിവില്ല, പള്ളിയിലേക്ക് നടക്കാൻ കഴിവില്ല, ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള അടിമകളെ കൊണ്ട് അല്ലാഹു തആല പറയാണ്, എന്റെ അടിമ ആരോഗ്യകാലത്ത് ചെയ്തിരുന്ന അതേ പ്രതിഫലങ്ങൾ വാർദ്ധക്യമായതുകൊണ്ടോ രോഗിയായതുകൊണ്ടോ ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ നിങ്ങൾ അദ്ദേഹത്തിന് മുടക്കം വരുത്തല്ല. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ചുരുക്കപ്പെടാത്ത വേതനം, പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകപ്പെടുകയാണ്.
പറഞ്ഞുകൊണ്ട് വരുന്നത് ഏതെങ്കിലും ഡിമാൻഡുകൾക്ക് ഭംഗം വന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ അവിശ്വാസിയായ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ ഐഹികമായ ഗുണം അവന് ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയത് രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നബവിയാണ്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ ഒരിക്കലും തന്നെ ഖായിബാവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്ന മൗലീദിന്റെ ഈരടികളെന്ന് നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹിയെ പരാമർശിക്കുന്ന എല്ലാ വാക്കും സ്വലാത്താണെന്ന് അതിന് ഡെഫിനിഷൻ നൽകിയത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹുവിനെ പരാമർശിക്കുന്നതെല്ലാം ദിക്റാണ്. നബി തങ്ങളുടെ മഹത്വമായി പരാമർശിക്കുന്നതെല്ലാം സ്വലാത്താണ്, സലാമാണ്. അതുകൊണ്ട് മൗലീദ് ചൊല്ലിയാൽ അത് സ്വലാത്താണ്, സലാമാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പുതുശ്ശേരിക്കോട്ടയിൽ മാത്രമാണ് മൗലീദിന്റെ സദസ്സ് ഇത്ര ശോഷിച്ചു പോയത് എന്ന ഒരു ഖേദം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ചിന്നക്കടയില് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. തുടക്കത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് മൗലീദിന്റെ സദസ്സിൽ അവിടെ ഇരിക്കുമ്പോ ചിന്നക്കട പള്ളിയിൽ 5 സ്വഫ് ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, 5 സ്വഫ്. ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയാണ് ഈ വാക്ക് പറയുന്നത്. പക്ഷെ നമ്മളെ പള്ളിയിൽ മൗലീദ് ഓതുമ്പോ 4 ആളും പുതിയാപ്പിളി മാത്രം ഉണ്ടാവും, ആരുമില്ല. വളരെ ഖേദകരം. ഇത് നമ്മുടെ മുൻഗാമികൾ സ്ഥാപിച്ച സദസ്സാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ പ്രതിഫലം ഭയങ്കരമാണ്. അൻ-നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കിതാബുണ്ട്. അതിൽ മൗലീദിന്റെ മഹത്വം മാത്രം പരാമർശിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മൗലീദ് കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ 30 വരെയുള്ള മൗലീദിന്റെ സദസ്സുകളിൽ എല്ലാ ആളുകളും പരമാവധി പങ്കെടുക്കണം. നമ്മളെ കൊട്ടുകാട് ജമാഅത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കി, അവിടെയും ആ മൗലീദിന്റെ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് നമുക്ക് എന്താണ് പണി? ഒരു പരിപാടിയില്ല, വെറുതെ ഇങ്ങനെ പോയിട്ട് ബടായി ഇങ്ങോട്ട് പറഞ്ഞ അങ്ങ് വൈറ്റ് ഹൗസ് മുതൽ പുതുശ്ശേരിക്കോട്ട വരെയുള്ള എല്ലാ ചർച്ചയും നമ്മളെ സദസ്സിൽ വരും, അല്ലേ? ബടായി ഇങ്ങനെ പറയുന്ന ഈ പറഞ്ഞ ബടായി കൊണ്ട് വല്ല ഗുണമുണ്ട്? നമുക്ക് പാപം കൂടുക എന്നല്ലാതെ എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളത്? അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ കഴിവിന്റെ പരമാവധി മൗലീദിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചെറിയ ഒരു സംഗതിയല്ല. മദീനത്തെ പള്ളിയിൽ 2ാമത്തെ ഒരു മിമ്പറ നബിതങ്ങളുടെ പേരിൽ മഹത്വം പറയാൻ വേണ്ടിയായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മൾ കാണുമ്പോൾ അതിന് കൊടുത്ത അംഗീകാരം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിന്റെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയില്ല, ഖുർആനിന്റെ എല്ലാ ഭാഗവും റസൂലുള്ളാഹിയാണ് പരാമർശം. നബിതങ്ങളുടെ ജീവിതം, അവിടുത്തെ യുദ്ധം, അവിടുത്തെ കുടുംബം, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ മൗനം, അവിടുത്തെ ദുഃഖം, അവിടുത്തെ സന്തോഷം, നബിതങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഖുർആൻ. മൗലിദ് എല്ലാം പാടില്ല എന്ന് പറഞ്ഞ പിന്നെ ഖുർആൻ ഓതാൻ പാടില്ല എന്ന വാക്കിന് തുല്യമാണ് ആ വാദം. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയല്ല. അതുകൊണ്ട് നമ്മൾ മൗലിദ് ചൊല്ലണം പരമാവധി. ഈ റബീഉൽ അവ്വൽ മാസം കഴിയുമ്പോ നമ്മുടെ വീടുകളിൽ മൗലിദ് ചൊല്ലാത്ത ഒരു സദസ്സ് രൂപപ്പെടുത്താത്ത ഒറ്റ വീടുണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ മുസ്ലിയാർക്ക് വല്ല കിട്ടാൻ വേണ്ടിയാണ്. അല്ല, നിങ്ങൾ ആരും എന്നെ വിളിക്കേണ്ട, നിങ്ങൾ ചെല്ലിയാ മതി. അങ്ങനെ വിചാരിക്കാലോ മനുഷ്യന്മാർ. അതിനുവേണ്ടി പറയല്ല, നമ്മളെ കമ്പനിയിലും സ്ഥാപനത്തിലും വീടുകളിലും. കാരണം ഈ സന്തോഷത്തിന്റെയൊക്കെ കാരണക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മളെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഇസ്റാവും മിറാജും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അങ്ങുണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ല നബിയെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമുക്കൊക്കെ സന്തോഷത്തിന് കാരണക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഗീതങ്ങൾ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ മുൻകാലക്കാരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മഹിതമായ ഒരു പാരമ്പര്യമാണ്. അവർ ചെയ്യാത്ത ഒരു അമല് നമുക്ക് ചെയ്തിട്ട് സ്വർഗത്ത് പോകാനില്ല. അവർ ചെയ്ത അമല് മുടക്കിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കതിലൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് ആ ഒരു പഴയ പാരമ്പര്യത്തിൽ തന്നെ അടിയുറച്ചു നിന്ന്
നമ്മുടെ ദീനിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും എണീറ്റ് നിൽക്കുക, ഒരല്പം മൗലീദ് ചൊല്ലി സ്വലാത്തിയല്ലേ നമുക്ക് ഈ സദസ്സ് പിരിയാം അല്ലേ? ഇരുന്നോളി, വയസ്സന്മാരൊക്കെ ഇരുന്നോളി, പ്രശ്നമില്ല. ആണോ? الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي يا سيدي خير النبي يا سيدي خير النبي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي أنت مندينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي إننا نرجو إلى كأس حوضك للعطاس يوم نشر كتابي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحماയ الملك الجبار അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെയും സലാമുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ ഈ സദസ്സിന്റെ മഹത്വവും പ്രതിഫലവും നിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്.
പടച്ചവനെ ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാന്, ഞങ്ങളുടെ കടങ്ങളെ വീട്ടിത്തരണേ റഹ്മാന്, ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ റഹ്മാന്. ഈ സ്റ്റേജ് ഇവിടെ സംഘടിപ്പിക്കാൻ അധ്വാനിച്ച എല്ലാ കരങ്ങൾക്കും നീ ശക്തി പകരണേ റഹ്മാന്. സാമ്പത്തികമായി സദഖ ചെയ്ത എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാന്. അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നൽകണേ റഹ്മാന്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാന്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് പടച്ചവനെ ഈ മജ്ലിസിന്റെ സന്തോഷവും പ്രതിഫലവും നീ എത്തിക്കണേ റഹ്മാനേ. ജീവിതത്തിൽ ആരെങ്കിലും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കാരണമായി ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ നിന്റെ റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ശിക്ഷയെ നീ ഉയർത്തിക്കളയണേ റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ചാരത്ത് ചെന്ന് സലാത്തും സലാമും ചൊല്ലി സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ സുന്നത്തിനോട് ഞങ്ങൾക്ക് ആഭിമുഖ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സംരംഭങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ വളരെ ഐക്യത്തോടെ സമാധാനത്തോടുകൂടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് സൗമ്യതയിൽ നീങ്ങുന്ന നാട്ടുകാർക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. മണിക്കൂറുകളോളം ഈ സദസ്സിലിരുന്ന ഉമ്മമാരുടെ ഓരോ കാൽപ്പാടങ്ങൾക്കനുസരിച്ച് അവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് ദറജയെ നീ ഉയർത്തണേ അല്ലാ. ഈ സദസ്സിൽ വന്നിരിക്കാൻ ഞങ്ങൾക്ക് കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ, പള്ളിക്ക് വേണ്ടി ദർസിന് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ഈ മജ്ലിസിന് വേണ്ടി പടച്ചവനെ സംഭാവന നൽകിയ സദഖ നൽകിയ എത്രയാളുണ്ട്. എല്ലാവരെയും നിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആ സ്വർഗത്തിന്റെ ചടങ്ങിന് ഞങ്ങളെയും നീ സാക്ഷികളാക്കണേ റഹ്മാനെ. വിശാലമായ സ്വർഗീയ ലോകത്ത് ഞങ്ങളെയും ഈ പറയപ്പെട്ട മുഴുവൻ ആളുകളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.